സ്വാഗതം എല്ലാ പ്രേക്ഷകർക്കും 9@9ലേക്ക്. ഇന്ന് ഇതുവരെയുള്ള വാർത്തകൾ സമഗ്രമായി നോക്കാം. ആദ്യം പ്രധാന വാർത്തകൾ. ആൾക്കൂട്ടം എന്ന് പറഞ്ഞാൽ പമ്പയിൽ 2 മണിക്കൂർ മറ്റേ ടോക്കൺ ക്ലിയർ ചെയ്യാൻ നിർത്തി. 4 മണിക്ക് പമ്പ വന്നാണ്. സാധാരണ 4 മണിക്ക് പമ്പ വന്നാല് 11 ಮಣಿಯಾಗುമ്പോഴേക്കും ദർശനം കഴിഞ്ഞിറങ്ങാനാണ്. 11 ಮಣಿಯಾಗುമ്പോഴേക്കും ಈ ನೇರಾയിട്ടും 18 ಮಣಿ ಕയറാൻ പറ്റില്ല. ತುಂಬಾ ವ್ಯವಸ್ಥೆಗಳಿಲ್ಲ ಸಮಯ, ತುಂಬಾ ಕಷ್ಟ ಆಯ್ತದೆ. ಎಷ್ಟೋ ಜನ ದರ್ಶನ ಮಾಡನೆ ಹೋಯ್ತಿದ್ದಾರೆ. ಸಾವಿರಾರು ಕಿಲೋಮೀಟರ್ ಬಂದು ವಾಪಸ್ ಹೋಯ್ತಿದ್ದಾರೆ ಸಮಯ, ದರ್ಶನ ಮಾಡ್ತಾ ಇಲ್ಲ ಯಾರುವೆ. ശബരിമലയിൽ ഭക്തജന തിരക്ക് നിയന്ത്രിക്കുന്നതിൽ വീഴ്ച. 10 മണിക്കൂറോളം നീണ്ട ക്യൂവിൽ കുഴഞ്ഞു വീണ അയ്യപ്പന്മാർ. മുന്നൊരുക്കങ്ങളുടെ അപര്യാപ്തതയെന്ന് തുറന്നു പറഞ്ഞ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. അറിഞ്ഞ ആളുകൾക്ക് എങ്ങനെയെങ്കിലും 18-ാം പടി ഒന്ന് കയറ്റി ഇറക്കുക എന്നുള്ളതാണ്. അതിനുള്ള ക്രമീകരണം തന്നെയാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു കൈവിട്ടു പോയ അവസ്ഥയൊന്നും ഇപ്പോൾ ഇല്ല എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പറയാനാവില്ല. സ്പോട്ട് ബുക്കിംഗ് കുറച്ചും ദർശന സമയം കൂട്ടിയും നിയന്ത്രണം. സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നാലെ തീർത്ഥാടനവും സർക്കാർ അവതാളത്തിലാക്കിയെന്ന് പ്രതിപക്ഷം. കോൺഗ്രസിന് വെട്ടിലാക്കി വീണ്ടും മോദി സ്തുതിയുമായി ശശി തരൂർ. പ്രധാനമന്ത്രി സംസാരിക്കുന്നത് രാജ്യത്തിന്റെ വികസനത്തെക്കുറിച്ചെന്ന് പ്രശംസ. മോദിയുടെ പ്രസംഗം ശ്രദ്ധയോടെ കേൾക്കുന്ന ചിത്രം എക്സിൽ പങ്കുവച്ചു. പാർട്ടിക്ക് വെളിയിൽ നിന്ന് ചെയ്യുന്ന തെറ്റിനേക്കാൾ ഗുരുതരമാണ് തരൂർ ഇപ്പോൾ നടത്തുന്നതെന്ന് എം ഹസൻ. ഡൽഹി സ്ഫോടനത്തിന് മുൻപ് ഡോക്ടർ ഉമർ നബി ചാവേർ ആക്രമണങ്ങളെ ന്യായീകരിക്കുന്ന വീഡിയോ പുറത്ത്. ഭീകരാക്രമണങ്ങളിലേക്ക് കൂടുതൽ പേരെ ആകർഷിക്കാൻ ഉമർ നബി ക്ലാസ് എടുത്തത് സ്ഫോടനത്തിന് തൊട്ടു മുൻപ്. ഭീകരർ പദ്ധതിയിട്ടത് ഹമാസ് മോഡൽ ഡ്രോൺ ആക്രമണം. കോഴിക്കോട് കോൺഗ്രസ് മേയർ സ്ഥാനാർത്ഥി VM ബിനുവിനെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതാണെന്ന വാദം പൊളിയുന്നു. കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് പട്ടികയിലും പേരില്ല. നിയമപരമല്ലാതെ വോട്ട് ചേർത്താൽ എതിർക്കുമെന്ന് CPM. തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസിന്റെ വൈഷ്ണ സുരേഷിന് വോട്ട് അനുവദിക്കുന്നതിൽ നാളെ തീരുമാനം. ISRനെതിരെ കേരളം സുപ്രീം കോടതിയിൽ. തദ്ദേശ തെരഞ്ഞെടുപ്പ് തീരും വരെ തടയണമെന്ന് ചീഫ് സെക്രട്ടറിയുടെ ഹർജി. BLOയുടെ ആത്മഹത്യയ്ക്ക് പിന്നാലെ ജോലി ഭാരം കുറയ്ക്കാൻ നടപടിയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. രാഷ്ട്രീയ പാർട്ടികളുടെ ഏജന്റുമാർക്ക് വോട്ട് ചേർക്കാൻ അനുമതി. ആഗോളതലത്തിൽ ക്ലൗഡ് ഫെയർ സേവനങ്ങൾ നിലച്ചു. X, Spotify, ChatGPT ആപ്പുകൾ തകരാറിലായി. പ്രശ്നകാരണം വ്യക്തമല്ല. വിശദമായി നോക്കാം. ആഗോളതലത്തിൽ ക്ലൗഡ് ഫെയർ സേവനങ്ങൾ നിലച്ചു. ഇതോടെ X, Spotify, ChatGPT ആപ്പുകൾ തകരാറിലായി. ഉടൻ തന്നെ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിലും 7000-ഓളം പരാതികളാണ് ഇതിനിടെ ഉയർന്നത്. എന്താണ് പ്രശ്നത്തിന് കാരണമെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. അജയ് സുധാ ബിജു നൽകും വിവരങ്ങൾ. അജയ്, എന്താണ് സംഭവിച്ചത്? പ്രശ്നം പരിഹരിച്ചോ ഇപ്പോൾ? ഇന്ന് ഇന്ത്യൻ സമയം 6 മണിയോടെയാണ് ആഗോളതലത്തിൽ തന്നെ ഇത്തരത്തിൽ ക്ലൗഡ് ഫെയർ സേവനങ്ങൾ പെട്ടെന്ന് തന്നെ നിലച്ചത്. ഇതിൻ്റെ കാരണം നിലവിൽ വ്യക്തമായിട്ടില്ല. ഈ പ്രശ്നം വന്ന് അത് ഏതാനും മിനിറ്റുകൾക്കകം തന്നെ ഇത് പൂർണ്ണമായി പരിഹരിക്കുകയായിരുന്നു. അതിനുശേഷം ഈ ആപ്പുകളുടെ സേവനങ്ങളെല്ലാം പഴയതുപോലെ തന്നെ പുനരാരംഭിക്കുകയും ചെയ്തു. ഇത് പ്രധാനമായിട്ടും ഈ ChatGPT, അതുപോലെ തന്നെ Spotify, അതുപോലെ X തുടങ്ങിയിട്ടുള്ള പ്ലാറ്റ്ഫോമുകളെയാണ് പൂർണ്ണമായിട്ടും ബാധിച്ചത്. ഇതിൻ്റെ വെബ്സൈറ്റുകളിലും അതുപോലെ തന്നെ ആപ്പുകളെയും ഈ സേവനം ഒരേപോലെ ആ സമയത്ത് ബാധിച്ചിരുന്നു. ഉപഭോക്താക്കൾക്ക് ഈ ആപ്പിലേക്ക് ലോഗിൻ ചെയ്ത് കയറാൻ സാധിക്കാതെ വരികയും അതുപോലെ തന്നെ പലർക്കും അക്കൗണ്ട് ലഭ്യമാകാതെ വരികയും ഫീഡുകൾ ലോഡാകാതെ വരികയും ചെയ്തു. ഇത്തരത്തിൽ പലതരം പ്രശ്നങ്ങളാണ് ഈ സമയപരിധിക്കുള്ളിൽ തന്നെ റിപ്പോർട്ട് ചെയ്തത്. രാജ്യവ്യാപകമായി മൊത്തം 7000 പരാതികളാണ് ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ റിപ്പോർട്ട് ചെയ്തത്. ഇത് എന്താണ് പ്രശ്നം എന്നുള്ളത് പൂർണ്ണമായിട്ട് വ്യക്തമല്ല. സർവറിൽ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും തകരാറാണോ, മറ്റ് ട്രാഫിക്, ഈ ഒരു ഇൻ്റർനെറ്റ് ട്രാഫിക് കാരണം സംഭവിച്ച പ്രശ്നമാണോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നിലവിൽ പരിശോധിച്ച് വരികയാണ്. അപ്പോൾ ഇതിനെ തന്നെയാണ് ഈ ഒരു പ്രശ്നം ബാധിക്കുകയുണ്ടായിരുന്നത്. അതിനെ തുടർന്നാണ് ഇത്തരത്തിൽ
പല പ്രമുഖ ആപ്പുകളുടെ സേവനം അത് കുറഞ്ഞ സമയത്തേക്കാണെങ്കിലും നിലയ്ക്കുകയും ചെയ്തത്. കഴിഞ്ഞ ഒരു മാസം മുൻപും ഇതേ രീതിയിൽ സമാനമായിട്ടുള്ള ഒരു പ്രശ്നം ക്ലൗഡ്ഫെയർ നേരിട്ടിരുന്നു. അന്നും പെട്ടെന്ന് തന്നെ പ്രശ്നം പരിഹരിച്ചതാണ്. അന്ന് സെർവറിലുണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങളാണ് ഈ രീതിയിൽ ആപ്പുകളെ ബാധിക്കാൻ ഇടയാക്കിയതെന്നായിരുന്നു കണ്ടെത്തൽ. പുതിയ പ്രശ്നത്തിന് എന്താണ് കാരണം എന്നതിനെ സംബന്ധിച്ച് നിലവിൽ പരിശോധന നടന്നു വരികയാണ്. ഈ 7000 പരാതികളിൽ 1300ഓളം പരാതികളും റിപ്പോർട്ട് ചെയ്തത് എക്സ് അക്കൗണ്ടിൻ്റെ കാര്യത്തിലാണ്. പലരും 44% പേർക്കും തങ്ങളുടെ ഫീഡ് ലോഡ് ആകുന്നില്ല എന്നുള്ള പ്രശ്നമാണ് റിപ്പോർട്ട് ചെയ്തത്. 31% പേർക്ക് എക്സ് വെബ്സൈറ്റിൽ പ്രശ്നം അനുഭവപ്പെട്ടതായി പറയുന്നുണ്ട്. 25% പേർക്ക് സെർവർ കണക്ഷനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില പ്രശ്നങ്ങൾ, ആപ്പുമായിട്ട് ബന്ധപ്പെട്ട അത് ഫീഡുകൾ ലോഡാകാത്ത പ്രശ്നങ്ങൾ ഉൾപ്പെടെയാണ് റിപ്പോർട്ട് ചെയ്തത്. നിലവിൽ ഇത് പരിശോധിച്ച് വരികയാണ്. എന്തായാലും വിഷയം പെട്ടെന്ന് തന്നെ പരിഹരിച്ചതോടെ ഉപഭോക്താക്കൾക്ക് തങ്ങളുടെ ആപ്പുകളുടെ സേവനം അത് വീണ്ടും ഉപയോഗിക്കാൻ സാധിച്ചിട്ടുണ്ട്. അജയ് സുധാ ബിജു ആണ് വിവരങ്ങൾ നൽകിയത്. നമ്മൾ ഇനി ശബരിമലയിലേക്കാണ് പോകുന്നത്. ശബരിമലയിൽ ക്രമീകരണം മൊത്തത്തിൽ പാളി. ശബരിമലയിലെ ക്രമീകരണത്തിലെ പാളിച്ച കാരണം ഇന്ന് ശബരിമലയിൽ ഉണ്ടായത് അതിഗുരുതരമായ സ്ഥിതി. നിയന്ത്രിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് തീർത്ഥാടകർ എത്തിയതോടെ കാര്യങ്ങൾ കൈവിട്ടുപോയി. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഭയാനകമായ സാഹചര്യം ഒഴിഞ്ഞത്. പ്രതീക്ഷിച്ചതിൽ കൂടുതൽ ഭക്തർ എത്തിയതും ശബരിമലയിലെ ക്രമീകരണങ്ങൾ പൂർണ്ണതോതിൽ ആകാത്തതുമാണ് പ്രതിസന്ധി സൃഷ്ടിച്ചത്. പമ്പയിലും നിലയ്ക്കലും സമാന സാഹചര്യമായിരുന്നു. ഭയവും ആശങ്കയും സൃഷ്ടിക്കുന്ന മണിക്കൂറുകളാണ് ഇന്ന് ശബരിമലയിൽ ഉണ്ടായത്. ശബരിമലയിൽ മാത്രമല്ല, പമ്പയിലും നിലയ്ക്കലുമൊക്കെ സ്ഥിതി വ്യത്യസ്തമായില്ല. ശബരിമലയിൽ 18-ാം പടിക്ക് താഴെയും ശരംകുത്തിയിലും മരക്കൂട്ടത്തുമൊക്കെ മണിക്കൂറുകളോളം ആളുകൾ ദർശനത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന സ്ഥിതിയായിരുന്നു. അപ്രതീക്ഷിതമായിരുന്നു ഇങ്ങനെ ഒരു തീർത്ഥാടക പ്രവാഹം. സീസൺ തുടങ്ങുമ്പോൾ ആദ്യഘട്ടത്തിൽ 2 ആഴ്ചയെങ്കിലും വലിയ തോതിൽ ഭക്തർ അങ്ങനെ വരാത്തതാണ്. ആ സമയം കൊണ്ടാണ് മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ ശബരിമലയിൽ പൂർത്തിയാക്കുന്നത്. പക്ഷേ അപ്രതീക്ഷിതമായി വലിയ തോതിൽ ജനങ്ങൾ വരുന്ന ഒരു സാഹചര്യം. 2 ദിവസം കൊണ്ട് ഏതാണ്ട് 2.25 ലക്ഷത്തിനടുത്ത് തീർത്ഥാടകർ ശബരിമല ദർശനത്തിന് എത്തി. ഇതിൽ PRD പുറത്തുവിട്ട കണക്കുകൾ പ്രകാരമാണെങ്കിൽ 2,96,000 വൈകിട്ട് വരെ ഉള്ളത്. പക്ഷേ പോലീസ് തന്നെ പറയുന്നത് മറ്റ് വഴികളിലൂടെ ദർശനത്തിന് എത്തിയ തീർത്ഥാടകരുണ്ട്. അതെല്ലാം ചേർക്കുമ്പോൾ ഏതാണ്ട് 2.25 ലക്ഷത്തിനടുത്ത് ആളുകൾ ഉണ്ടാകും എന്നതാണ് ആശങ്കയുടെ ആദ്യ നിമിഷങ്ങളിൽ ഈ സ്ഥിതി ഭയപ്പെടുത്തുന്നതെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ജയകുമാർ പറഞ്ഞത്. ഇത്രയും തിരക്ക് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഈ 2ാം ദിവസം ഇത്രയും ഏറെ ജനപ്രവാഹമാണ്. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ ഈ മുറ്റത്ത്, ലോവർ തിരുമുറ്റത്ത് അപായകരമായ തരത്തിലുള്ള ക്രൗഡാണ്. സന്നിധാനത്ത് പോലീസും ഒരു കൂട്ടം അയ്യപ്പ ഭക്തന്മാരും ചേർന്ന് മനുഷ്യമതിൽ നിർമ്മിച്ചാണ് ജനക്കൂട്ടത്തെ നിയന്ത്രിച്ചത്. ഭയപ്പെടുത്തുന്ന കാഴ്ചയായിരുന്നു. തിരമാല പോലെ ആടി ഉലയുന്ന ജനക്കൂട്ടം, അതിനിടയിൽ കൊച്ചു കുഞ്ഞുങ്ങൾ, ഇതെല്ലാം തന്നെ കണ്ടുനിന്നവരെ വല്ലാതെ ഭയപ്പെടുത്തുന്നതായി. ശബരിമല വന്നിട്ട് ഇത്രയും മോശമായിട്ട് ശബരിമലയിൽ വരേണ്ട അവസ്ഥ ഉണ്ടായിട്ടില്ല. ആൾക്കൂട്ടം എന്ന് പറഞ്ഞാൽ പമ്പയിൽ 2 മണിക്കൂർ മറ്റേ ടോക്കൺ ക്ലിയർ ചെയ്യാൻ നിർത്തി. 4 മണിക്ക് പമ്പയെ വന്നാണ്. സാധാരണ 4 മണിക്ക് പമ്പയെ വന്നാല് 11 മണിയാകുമ്പോഴേക്കും ദർശനം കഴിഞ്ഞിറങ്ങാനാണ്. 11 മണിയാകുമ്പോഴേക്കും ഈ നേരമായിട്ടും 18-ാം പടി കയറാൻ പറ്റില്ല. മാളിയപ്പുറത്തേക്ക് ഇതിലേക്ക് ഏറ്റി വിട്ട് 18-ാം പടി കയറാൻ പറ്റും. ഇവിടെ വന്നപ്പോൾ ആർക്കും അറിയില്ല ഏതിക്കോടെ 18-ാം പടി. ഞങ്ങൾക്ക് ഇനി എവിടെയും പോകണ്ടെന്ന് അറിയാൻ പാടില്ല. ಸ್ವಾಮಿ ಬಹಳ ಕಷ್ಟ ಆಯ್ತದೆ ಜನಗಳಿಗೆ. ಮತ್ತೆ ಯಾವುದೇ ವ್ಯವಸ್ಥೆಗಳಿಲ್ಲ. ಮೊದಲು ಇಲ್ಲಿ ತುಂಬಾ ವ್ಯವಸ್ಥೆಗಳಿಲ್ಲ ಸ್ವಾಮಿ. ತುಂಬಾ ಕಷ್ಟ ಆಯ್ತದೆ. ಎಷ್ಟೋ ಜನ ದರ್ಶನ ಮಾಡನೆ ಹೋಯ್ತಿದ್ದಾರೆ. 1000 ಕಿಲೋಮೀಟರ್ ಬಂದು ವಾಪಸ್ ಹೋಯ್ತಿದ್ದಾರೆ ಸ್ವಾಮಿ. ದರ್ಶನ ಮಾಡ್ತಾ ಇಲ್ಲ ಯಾರುವೆ. ಕರ್ನಾಟಕದಿಂದಾಗ್ಲಿ ಹೊರಗಡೆಯಿಂದಾಗ್ಲಿ ದಯವಿಟ್ಟು ಈ ಕ್ಷಣಕ್ಕೆ ಯಾರೂ ಬರೋದು ಬೇಡ. ಕಾರಣ ಏನು ಅಂದ್ರೆ ನಮ್ಮ ಕಣ್ಣು ಮುಂದೆ 4 ಜನ ಮಕ್ಕಳು ಸತ್ತೋದ್ರು ಸ್ವಾಮಿ. ಕಣ್ಣು ಮುಂದೆ ಉಳ್ಸಕ್ಕಾಗಿಲ್ಲ. ವಯಸ್ಸಾದವರು 4 ಜನ ವಾಪಸ್ ಕಳ್ಸಿದ್ವಿ. ನಾವು ಅಲ್ಲಿಂದ ಹೋಗ್ಬಿಟ್ಟು ವಾಪಸ್ ಬಂದಿವಿ ಸ್ವಾಮಿ. ಕಣ್ಣಲ್ಲಿ ನೀರು ಬಂತು. All other fellows are being allowed. There is a complete mismanagement and there is a disaster waiting to happen. Please take immediate action. തീരുമാനം ഇപ്പോൾ തന്നെ എനിക്ക് ആശങ്ക മാറി. ഇപ്പോൾ കണ്ടപ്പോൾ കുറച്ച് പേരാകുമ്പോഴത്തേക്ക് തുറന്നു വിടുന്നു. ഇവിടെ പിന്നെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു സ്പേസാണ്. എല്ലാവർക്കും 18-ാം പടി കയറുകയും ചെയ്യാം. നമ്മുടെ ഉദ്ദേശം എന്താണ്? ലോ ആൻഡ് ഓർഡർ എൻഫോഴ്സ് ചെയ്യുക എന്നുള്ളതല്ല. അറിഞ്ഞ ആളുകൾക്ക് എങ്ങനെയെങ്കിലും 18-ാം പടി ഒന്ന് കയറ്റി ഇറക്കുക എന്നുള്ളതാണ്. അതിനുള്ള ക്രമീകരണം തന്നെയാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്.
പ്രത്യേകിച്ച് ഒരു കൈവിട്ടു പോയ അവസ്ഥയൊന്നും ഇപ്പോൾ ഇല്ല എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് നമുക്ക് പറയാനാകും. ADGP S. ശ്രീജിത്തിന്റെ കൃത്യമായ ഇടപെടലുകൾ ഉണ്ടായിരുന്നു. അദ്ദേഹം പോലീസിന് നിർദ്ദേശം നൽകി. കേന്ദ്ര സേനകൾ ഇതുവരെ സന്നിധാനത്തേക്ക് എത്തിയിട്ടില്ല. ശബരിമല സീസൺ തുടങ്ങുമ്പോൾ തന്നെ NDRF-ഉം അതോടെ തന്നെ RAF-ഉം ഇവിടേക്ക് വരുന്നതാണ്. പക്ഷേ ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ അവരുടെ യാത്രയുടെ ഷെഡ്യൂളിൽ മാറ്റം വന്നു എന്ന വിവരമാണ് ലഭിക്കുന്നത്. ഏതായിരുന്നാലും മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ പോലീസിനും ഒപ്പം തന്നെ ഒരു കൂട്ടം അയ്യപ്പന്മാരുടെ സഹായം, അവരുടെ സേവനം കൊണ്ടും സാധിച്ചു എന്നത് ആശ്വാസകരമായി. ബുക്കിങ്ങിന് നമ്മൾ അവസരം കൊടുത്തിട്ടുള്ള ബുക്കിങ്ങിനുള്ള സംവിധാനം ഉപയോഗിക്കാതെ ഇഷ്ടംപോലെ കയറി വരുന്ന രീതി അത് പാടില്ല. അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് വന്നിട്ടുള്ള ചെറിയ കൺഫ്യൂഷൻസ് ആണ്. ആ കൺഫ്യൂഷൻസ് മുഴുവൻ മാറിയിട്ടുണ്ട്. ഇനി ബുക്കിംഗ് ഇല്ലാതെ വരുന്നവര് സ്പോട്ട് ബുക്കിങ്ങിനുള്ള സ്ലോട്ട് ഒഴിവാകുന്നവരെ കാത്തു നിൽക്കാൻ തയ്യാറായിട്ടേ വരാൻ പാടുള്ളൂ. ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ളത് കർശനമായ നിർദ്ദേശമാണ്. നിലയ്ക്കലാണ് കൂടുതൽ. ഇന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എല്ലാ കൗണ്ടറും അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് തീരുമാനമുണ്ട്. ഞങ്ങളുടെ കയ്യിൽ ഭക്തർക്ക് വേണ്ടിയുള്ള നന്മയും സേവന നന്മതയും മാത്രമേ ഉള്ളൂ. അത് ഞങ്ങൾ ഭയങ്കരമായിട്ട് നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഞങ്ങൾ അപേക്ഷിക്കുകയാണ് അവരോട്. ചിലപ്പോൾ ഇത്തിരി കർക്കശത്തോടുകൂടി പറയുന്നുണ്ടെങ്കിൽ അവരുടെ നന്മയ്ക്ക് വേണ്ടി, അവർക്ക് അപകടം പറ്റാതിരിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. അല്ലാതെ വേറൊരു തരത്തിലുള്ള ബലപ്രയോഗം ഇവിടെ ഉണ്ടായിട്ടില്ല. വരും ദിവസങ്ങളിലും ശബരിമലയിൽ തിരക്ക് തുടരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പമ്പയിലേക്ക് ആളുകൾ കൂടുതൽ എത്താതിരിക്കാനുള്ള ക്രമീകരണം, അത് നിലയ്ക്കലിൽ കൂടുതൽ സ്പോട്ട് ബുക്കിങ്ങിനുള്ള കേന്ദ്രങ്ങൾ തുറന്നുകൊണ്ടുള്ള നടപടിയിലേക്കാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് നീങ്ങുന്നത്. 4 സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രങ്ങൾ നിലയ്ക്കലിൽ തുടങ്ങുക, പമ്പയിലേക്ക് ആളുകൾ എത്താതിരിക്കുകയും അവരെ ആദ്യം നിലയ്ക്കലിൽ കൂടുതൽ സമയം തങ്ങാൻ അവസരമൊരുക്കുകയും അവിടെ നിന്ന് വിശ്രമത്തിന് ശേഷം അവരുടെ സമയമാകുമ്പോൾ മാത്രം ദർശനത്തിന് വേണ്ടി പമ്പയിലേക്ക് കടത്തിവിടുകയും ചെയ്യുക എന്ന രീതിയിലേക്ക് പോകാനാണ് ആലോചിക്കുന്നത്. സി വിനോദിനൊപ്പം വി വിനോദ്, ന്യൂസ് 18 സന്നിധാനം. തിരക്ക് വർദ്ധിച്ച സാഹചര്യത്തിൽ ശബരിമല ദർശനത്തിന് സ്പോട്ട് ബുക്കിംഗ് 20,000 നിജപ്പെടുത്തും. കൂടുതലായി എത്തുന്ന ഭക്തർക്ക് തൊട്ടടുത്ത ദിവസം ദർശനത്തിനുള്ള സൗകര്യമൊരുക്കും. നിലയ്ക്കലിൽ പുതുതായി 7 സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രങ്ങൾ കൂടി ആരംഭിക്കാനും തീരുമാനിച്ചു. തിരക്ക് കണക്കിലെടുത്താണ് തീരുമാനം. കാര്യങ്ങൾ നിയന്ത്രണ അധീനമാണ്. അനിയന്ത്രിതമാണെന്നോ അല്ലെങ്കിൽ ആശങ്കാജനകമാണോ എന്നും പറയത്തക്ക സാഹചര്യമില്ല. ആകെ കൂടെ 1 ലക്ഷം ആളുകളാണല്ലോ നമുക്ക് സ്പോട്ട് ബുക്കിങ്ങിലൂടെയും മറ്റതിലൂടെ വരുന്നത്. കുറച്ച് ഒരുപക്ഷെ ഇതൊന്നുമില്ലാത്തവരും കയറിയിട്ടുണ്ടാവണം. അത് നിയന്ത്രിക്കും. 20,000 സ്പോട്ട് ബുക്കിംഗ് നിയന്ത്രിക്കുന്നതോടുകൂടി 70-ഉം 20-ഉം 90,000 ആളുകൾ, കോട്ടയം ഒരു 10 പേരും, അങ്ങനെ 1 ലക്ഷമായിട്ട് ശബരിമലയിലേക്കുള്ള ആളുകളുടെ എണ്ണം നിജപ്പെടുത്തും. ശബരിമല മുന്നൊരുക്കം തടസ്സപ്പെടാൻ കാരണമായത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടമാണ്. ഉദ്യോഗസ്ഥ യോഗം വിളിക്കാൻ ദേവസ്വം മന്ത്രിക്ക് അനുമതി ലഭിച്ചില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അനുമതി നിഷേധിച്ചത്. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന്റെ മുന്നൊരുക്കങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനവും വിലങ്ങുതടിയായി എന്നാണ് സർക്കാരിന്റെ പുതിയ നിലപാട്. അവസാനഘട്ട ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ട യോഗം വിളിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി ലഭിച്ചില്ല എന്നാണ് ദേവസ്വം മന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കുന്നത്. ഈ അവസാനഘട്ട ഒരുക്കങ്ങളുടെ ഭാഗമായി മന്ത്രി VN വാസവൻ ശബരിമലയിൽ പോകാനും അവിടെ വെച്ച് യോഗം വിളിച്ച് ക്രമീകരണങ്ങൾ വിലയിരുത്താനും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി തേടി. എന്നാൽ കമ്മീഷൻ അനുമതി നൽകിയില്ല. മാത്രമല്ല, മന്ത്രിക്ക് മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നതിൽ വിലക്കും ഏർപ്പെടുത്തി. അതുകൂടിയാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങളുടെ കാരണമെന്നാണ് സർക്കാരിന്റെ വിശദീകരണം. സർക്കാരിന് കൂടി നാണക്കേടാകുന്ന തരത്തിലുള്ള വലിയ തിരക്കാണ് ശബരിമലയിൽ ഉണ്ടാകുന്നത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ മുന്നൊരുക്കങ്ങൾ വേണ്ടവിധം നടന്നില്ല എന്ന് പറഞ്ഞ് സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ സ്വാഭാവികമായും സർക്കാരിനെതിരെ വലിയ പ്രതിഷേധം ഉയരുകയാണ്. അതിനിടയിലാണ് ശബരിമല തീർത്ഥാടനത്തിന്റെ തുടക്കം തന്നെ ഇത്തരത്തിൽ ക്രമീകരണങ്ങൾ പാളുന്നത്. അവിടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ മുന്നൊരുക്കങ്ങൾ വേണ്ടവിധം നടന്നില്ല എന്ന വിമർശനവുമായി കുറ്റപ്പെടുത്തലുമായി വരുമ്പോൾ സ്വാഭാവികമായും അത് സർക്കാരിനെയും ബാധിക്കും. ഏതായാലും എത്രയും വേഗം തിരക്ക് നിയന്ത്രിച്ച് എങ്ങനെ മുന്നോട്ട് പോകാമെന്ന കാര്യമാണ് സർക്കാരും ദേവസ്വം ബോർഡും ആലോചിക്കുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി പല യോഗങ്ങൾ വിളിക്കുന്നതിന് തടസ്സമെന്ന വാദം കൂടി ഇപ്പോൾ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ശബരിമലയിൽ സർക്കാരും ദേവസ്വം ബോർഡും പരാജയപ്പെട്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മുന്നൊരുക്കങ്ങൾക്ക് പെരുമാറ്റച്ചട്ടം തടസ്സമായെന്ന സർക്കാർ വാദം അപഹാസ്യമാണ്. ശബരിമലയുടെ വികസനം എന്ന പേരിൽ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ അയ്യപ്പ സംഗമം സംഘടിപ്പിച്ച അതേ കുബുദ്ധികളാണ് ഇത്തവണത്തെ തീർത്ഥാടനം അലങ്കോലമാക്കിയതെന്നും പ്രതിപക്ഷ നേതാവ്. തിരക്ക് കാരണം ശബരിമല ദർശനം ലഭിക്കാതെ നിരവധി തീർത്ഥാടകർ പന്തളം വലിയ കോഴിക്കൽ ക്ഷേത്രത്തിൽ നെയ്യഭിഷേകം നടത്തി മടങ്ങി. ബംഗളൂരുവിൽ നിന്നും സേലത്ത് നിന്നും ഉള്ളവരാണ് മണിക്കൂറുകളോളം ക്യൂ നിന്നിട്ടും ദർശനം ലഭിക്കാതെ മടങ്ങിയത്. ശനിയാഴ്ച തമിഴ്നാട്ടിൽ നിന്ന് സേലത്ത് നിന്നും കോയമ്പത്തൂർ, അങ്ങനെ തമിഴ്നാട്ടിലെ പല ജില്ലകളിൽ നിന്നും വന്ന അയ്യപ്പ ഭക്തരാണ് ഇവിടെ നിൽക്കുന്നത്. അവർ ശബരിമല പോയിട്ട് അവർക്ക് നിലയ്ക്കൽ നിന്നും മുകളിലോട്ട് പോകാനുള്ള ബസ് സൗകര്യമോ അടിസ്ഥാന സൗകര്യങ്ങളോ ഒന്നുമില്ല.
അപ്പോൾ അവർക്ക് കുറച്ച് ആൾക്കാർ പമ്പയിൽ വരെ പോയിട്ട് അവിടുത്തെ ആ ക്യൂവിൽ നിന്നിട്ട് അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കാത്തതുകൊണ്ട് അവർ തിരിച്ചിവിടെ വന്നിട്ട് ഇവിടെ വലിയവയ്ക്കൽ ക്ഷേത്രത്തിൽ തേങ്ങ നെയ്യഭിഷേകം ചെയ്യാനുള്ള സംവിധാനം ഉണ്ടെന്ന് ആരോ പറഞ്ഞിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷേ അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഇവിടെ ഇല്ല. മറ്റു വാർത്തകളിലേക്ക് പോകുന്നു. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ വീണ്ടും മാറ്റം. പുതിയ അറിയിപ്പ് പ്രകാരം 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലാണ് മുന്നറിയിപ്പ്. ഇവിടങ്ങളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കന്യാകുമാരി കടലിന് മുകളിലായ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടുന്ന സാഹചര്യത്തിലാണ് കേരളത്തിൽ മഴ ശക്തമാകുന്നത്. ശബരിമല സന്നിധാനത്തും പമ്പയിലും നിലയ്ക്കലും ഇടിമിന്നലോട് കൂടിയ നേരിയ അല്ലെങ്കിൽ ഇടത്തരം മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മോദിയുടെ ഫാൻ ബോയ് ശശി തരൂർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വീണ്ടും പുകഴ്ത്തി ശശി തരൂർ. രാംനാഥ് ഗോയങ്ക പ്രസംഗ പരമ്പരയിൽ മോദി നടത്തിയ പ്രസംഗത്തെയാണ് സമൂഹമാധ്യമമായ എക്സിലൂടെ തരൂർ പ്രശംസിച്ചത്. വികസനത്തോടുള്ള പ്രതിബദ്ധതയും സാമ്പത്തിക കാഴ്ചപ്പാടും വ്യക്തമാക്കിയ പ്രധാനമന്ത്രി കൊളോണിയലിസത്തിന് ശേഷമുള്ള മാനസികാവസ്ഥയിൽ നിന്ന് മുന്നോട്ടു പോകണമെന്ന് വാദിച്ചതായും തരൂർ പറഞ്ഞു. മോദിയുടെ ചിത്രങ്ങൾ സഹിതമാണ് തരൂർ തന്റെ എക്സിൽ കുറിപ്പിട്ടിരിക്കുന്നത്. ആർ കിരൺ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഒരു ഭാഗത്ത് തന്നെ പുറത്താക്കൂ എന്ന രീതിയിൽ പ്രകോപനവുമായി നിൽക്കുന്നു ശശി തരൂർ. മറുഭാഗത്ത് താങ്കൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, ഞങ്ങൾ അതിനെ തള്ളിക്കളയുകയാണ്, പുറത്താക്കാൻ തൽക്കാലം ഞങ്ങളില്ല, അങ്ങനെ ഒരു രക്തസാക്ഷി പരിവേഷം നൽകാൻ ഇല്ല. ഇങ്ങനെ ഒരു ഗെയിമിലാണ് കോൺഗ്രസ് ഹൈക്കമാൻഡും ശശി തരൂരുമായി നിൽക്കുന്നത്. ഏറ്റവും പുതിയതായി വീണ്ടും ശശി തരൂർ മോദി സ്തുതിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ഗോയങ്ക പ്രഭാഷണ പരമ്പരയെക്കുറിച്ചാണ് മോദിയുടെ പ്രസംഗം ശശി തരൂർ കേട്ടു എന്ന്. അദ്ദേഹത്തിന് പനിയായിരുന്നു, ശ്വാസം മുട്ടലാണ്, അതിൻ്റെ ഇടയിൽ പോയി അത് കേൾക്കാൻ കഴിഞ്ഞത് ഭാഗ്യമാണ്. രാജ്യത്തിൻ്റെ സാമ്പത്തികാവസ്ഥയെക്കുറിച്ച്, പുരോഗതിയെക്കുറിച്ച് പ്രതിബദ്ധതയുള്ള നേതാവാണ് നരേന്ദ്രമോദി. അദ്ദേഹത്തിന് ഇന്ത്യൻ സാമ്പത്തികാവസ്ഥയെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ട്. അടിമുടി മോദിയെ സ്തുതിക്കുകയാണ് എക്സ് എന്ന പ്ലാറ്റ്ഫോമിലൂടെ. മോദിയുടെ ചിത്രങ്ങളൊക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് മനഃപൂർവ്വം പ്രകോപനം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് ശശി തരൂർ ഇത്തരത്തിൽ നൽകിയിരിക്കുന്നത്. ഇതുവരെയും മറ്റു ചില വിഷയങ്ങൾ പരോക്ഷമായിട്ടായിരുന്നു മോദിയെ അനുകൂലിക്കുകയും കോൺഗ്രസിനെ വിമർശിക്കുകയും ഒക്കെ ചെയ്തിരുന്നെങ്കിൽ ഇവിടെ പരസ്യമായി തന്നെയാണ് പ്രധാനമന്ത്രിയുടെ നയങ്ങളെ ഇത്ര കാലവും പ്രധാനമന്ത്രിയുടെ നയങ്ങളെയും ഒക്കെ എതിർത്തിരുന്ന ഒരാൾ, അങ്ങനെ ലേഖനങ്ങൾ എഴുതുകയും പുസ്തകങ്ങൾ എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്തിരുന്ന അതേ ശശി തരൂർ തന്നെയാണ് പ്രധാനമന്ത്രിയുടെ വികസന കാഴ്ചപ്പാടിനെ, സാമ്പത്തിക കാഴ്ചപ്പാടിനെ, വികസനത്തോടുള്ള അദ്ദേഹത്തിൻ്റെ ത്വരിത വികസനത്തോടുള്ള പ്രതിബദ്ധതയൊക്കെ ആ തരത്തിൽ അനുകൂലിക്കുന്നത്. കൊളോണിയൽ കാലത്ത് നിന്ന് മാറിയ ഒരു മാനസികാവസ്ഥയിലേക്ക് ഇന്ത്യ എങ്ങനെ മാറണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നരേന്ദ്രമോദിയുടെ കാഴ്ചപ്പാടിനെ അദ്ദേഹം പുകഴ്ത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ബീഹാറിലെ തോൽവിയിൽ നേതൃത്വത്തിനെതിരെ രൂക്ഷമായ വിമർശനം ഉയർത്തിയത്. അവിടെ പോയവരല്ലേ ഉത്തരം പറയേണ്ടത്, അവർ ഇതിനൊക്കെ മറുപടി പറയേണ്ട മട്ടിൽ അദ്ദേഹം പ്രതികരിച്ചത്. ഇപ്പോൾ തൊട്ടു പിന്നാലെ വീണ്ടും പ്രതികരണം വന്നിരിക്കുന്നു. എന്നാൽ കാര്യമായ ഹൈക്കമാൻഡിൻ്റെ ഭാഗത്ത് നേതാക്കളൊന്നും തന്നെ ഇതിനോട് പ്രതികരിക്കുന്നേയില്ല. എന്തായാലും ശശി തരൂർ വീണ്ടും പ്രകോപനം തുടരുകയാണ്. കോൺഗ്രസ് അതിനെ അവഗണിക്കുന്ന നിലപാടും തുടരുകയാണ്. ശശി തരൂരിനെതിരെ ആഞ്ഞടിച്ച് എം എം ഹസൻ. പാർട്ടി വിടുന്നതിനേക്കാൾ ഗുരുതരമായ തെറ്റാണ് പാർട്ടിക്കുള്ളിൽ നിന്ന് തരൂർ നടത്തുന്നത്. തരൂറിന് സ്വതന്ത്ര നിലപാട് സ്വീകരിക്കണമെങ്കിൽ ആദ്യം പ്രവർത്തന സമിതി അംഗത്വം രാജിവെക്കണം. സ്ഥാനാർത്ഥികളൊപ്പം കൂടിയതുകൊണ്ടാണ് തരൂർ തലസ്ഥാനത്ത് പ്രചാരണത്തിന് എത്തിയതെന്നും തരൂരിനെതിരെ എന്ത് നടപടി വേണമെന്ന് തീരുമാനിക്കേണ്ടത് ദേശീയ നേതൃത്വമാണെന്നും എം എം ഹസൻ. നെഹ്റു ഫാമിലിയെ ഡൈനാസ്റ്റിയാണ് അതിലെ ഓരോരുത്തരും എന്ന് പറയുമ്പോൾ ഞാനൊരു കാര്യമേ പറഞ്ഞുള്ളൂ. നെഹ്റു കുടുംബത്തിന്റെ ഔദാര്യത്തിലാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വന്നത്. അവരുടെ ഔദാര്യത്തിലാണ് അദ്ദേഹം ഇന്ന് വഹിക്കുന്ന എല്ലാ സ്ഥാനങ്ങളിലും എത്തിയത്. അങ്ങനെ ഒരാൾ നെഹ്റു കുടുംബത്തെ കുറിച്ച് ഇതുപോലെ അത് എന്താണ് കുടുംബാധിപത്യമാണ് നേതൃത്വത്തിലുള്ളവരെന്ന് പറഞ്ഞത് ശരിയായില്ല. മാത്രമല്ല, ഞാനൊരു കാര്യം പറയട്ടെ, കോൺഗ്രസിന്റെ അത്യുന്നത സമിതിയിലെ അംഗമല്ലേ അദ്ദേഹം രാഷ്ട്രീയക്കാരൻ, സാഹിത്യകാരൻ, ബുദ്ധിജീവിയൊക്കെ ആയിരിക്കാം. പക്ഷേ സ്വതന്ത്രമായ അഭിപ്രായം പറയാൻ അദ്ദേഹത്തിന് അവകാശം വേണമെങ്കിൽ, സ്വാതന്ത്ര്യം വേണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് കോൺഗ്രസിന്റെ ഹയസ്റ്റ് പോളിസി മേക്കിംഗ് ബോഡിയിൽ നിന്ന് അദ്ദേഹം രാജിവെച്ച് മാറി നിൽക്കണം. ഇടവേള. SIR-നെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതി. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ. തദ്ദേശ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകും വരെ SIR തടയണമെന്നാണ് ഹർജിയിലെ ആവശ്യം.
ചീഫ് സെക്രട്ടറിയാണ് ഹർജി നൽകിയത്. SIR-ഉം തദ്ദേശ തെരഞ്ഞെടുപ്പ് നടപടികളും ഒരേ സമയം നടത്തുന്നത് ഭരണ സംവിധാനം സ്തംഭിപ്പിക്കുമെന്ന് ഹർജിയിൽ പറയുന്നു. അജയ് സുധ ബിജുവിന്റെ റിപ്പോർട്ടിലേക്ക്. സംസ്ഥാനത്ത് SIR നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് BLOമാർ കടുത്ത ജോലിഭാരവും അതുപോലെ തന്നെ മാനസിക സംഘർഷവും നേരിടുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. കഴിഞ്ഞ ദിവസം കണ്ണൂരിലുള്ള ഒരു BLOയുടെ ആത്മഹത്യ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചർച്ചകളിലേക്ക് വരെ വഴിമാറിയതാണ്. ഇപ്പോഴിതാ ഇന്ന് അതിൻ്റെ തുടർച്ചയെന്നോണം സംസ്ഥാനത്തെ SIR നടപടികൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ നിർത്തിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാനം ഔദ്യോഗികമായി തന്നെ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്തിൻ്റെ ചീഫ് സെക്രട്ടറി ആയിട്ടുള്ള ഡോക്ടർ ജയതിലകാണ് സുപ്രീം കോടതിയെ നിലവിൽ സമീപിച്ചിട്ടുള്ളത്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ അവസാനിച്ച് ഡിസംബർ 21 ശേഷം SIR നടപടികൾ പുനരാരംഭിക്കണം എന്നാണ് ഇപ്പോൾ നിലവിൽ സുപ്രീം കോടതിയോട് ആവശ്യം ഉന്നയിച്ചിട്ടുള്ളത്. ഇപ്പോൾ നിലവിൽ ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തന്നെ മറ്റ് ചില രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ തന്നെ വ്യക്തികളും ഉൾപ്പെടെ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെയും BLOമാർ കടുത്ത പ്രതിഷേധം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. നിലവിൽ മുസ്ലിം ലീഗും ഇത്തരത്തിൽ ഈ SIR നടപടികൾ നിർത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ KPCC അധ്യക്ഷനായിട്ടുള്ള സണ്ണി ജോസഫ് അദ്ദേഹം സുപ്രീം കോടതിയിൽ ഒരു ഹർജി കൊടുത്തു. അതുപോലെ ഉത്തർപ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി സുപ്രീം കോടതിയിൽ നിലവിൽ SIR-നെതിരെ ഒരു ഹർജി കൊടുത്തിരിക്കുകയാണ്. കേരളത്തിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ചീഫ് സെക്രട്ടറി കൊടുത്തിട്ടുള്ള SIR-ന്റെ വിശദാംശങ്ങൾ എന്ന് പറയുന്നത് ഈ SIR നിലവിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ നടപ്പിലാക്കുകയാണെങ്കിൽ അത് കടുത്ത രീതിയിലുള്ള ഒരു ഭരണ പ്രതിസന്ധിയിലേക്ക് പോകും. ഭരണ സംവിധാനം തന്നെ പൂർണ്ണമായി സ്തംഭിക്കുന്ന ഒരു നിലയായിരിക്കും കേരളത്തിൽ സംജാതമാകാൻ പോകുന്നതെന്നാണ് ഡോക്ടർ ജയതിലക് സമർപ്പിച്ചിട്ടുള്ള ഹർജിയിൽ വ്യക്തമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അതുമാത്രമല്ല തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത് ഒരു ഭരണഘടനാപരമായിട്ടുള്ള ഒരു ബാധ്യതയാണ്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് നടപടികൾ അത് സുഗമമായി തന്നെ നടക്കണം. അതിൽ SIR നടപ്പിലാക്കുന്നത് കാരണം അതിൽ യാതൊരുവിധ കോട്ടവും സംഭവിക്കാൻ പാടില്ല എന്നും ഈ ഹർജിയിൽ വ്യക്തമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയ ഭരണസമിതി എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ചുമതലയേൽക്കണം. അതിനുശേഷം ഈ SIR നടപ്പിലാക്കിയാൽ മാത്രമേ അത് കൂടുതൽ ഫലവത്താകൂ എന്നാണ് ഈ ഹർജിയിൽ ഉന്നയിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം. അതുമാത്രമല്ല സംസ്ഥാനത്തുള്ള BLOമാർ ഇപ്പോൾ രാത്രി വരെ ജോലി ചെയ്യുന്ന ഒരു അവസ്ഥയിലാണെന്നും അവർ കടുത്ത ഒരു പ്രതിസന്ധിയിലാണെന്നും ഉൾപ്പെടെയുള്ള വാർത്തകൾ ഇപ്പോൾ നിരന്തരം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. പല BLOമാർ ഈ വിഷയത്തെ സംബന്ധിച്ച് വെളിപ്പെടുത്തലുകൾ ഉൾപ്പെടെ നടത്തിയിരുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മൊത്തം സംസ്ഥാനത്തിന് ആവശ്യമായിട്ട് വരിക 1,66,000 ഉദ്യോഗസ്ഥരാണ്. ഇതിൽ തന്നെ സുരക്ഷാ ജീവനക്കാർ എന്ന് പറയുന്നത് 68,000 സുരക്ഷാ ജീവനക്കാർ ഇതിൽ ആവശ്യമായിട്ട് വരും. ഈ SIR നടപ്പിലാക്കാൻ നിലവിൽ വേണ്ടത് ഒരു പ്രാഥമിക നിഗമനമനുസരിച്ച് 26,000 ജീവനക്കാർ SIR നടപ്പിലാക്കാൻ വേണ്ടി ആവശ്യം വരും. അപ്പോൾ ഇത്രയധികം ജീവനക്കാരെ ഈ രണ്ട് കാര്യങ്ങൾക്കും ഒരേ സമയം വിന്യസിക്കുന്നത് അതൊരു ഭരണ പ്രതിസന്ധിയിലേക്ക് സംസ്ഥാനത്തിനെ കൊണ്ടെത്തിക്കും എന്നാണ് നിലവിൽ ഇപ്പോൾ ചീഫ് സെക്രട്ടറി സൂചിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുന്നത്. പരാതികൾ ഇപ്പോൾ സംസ്ഥാനത്തിൻ്റെ ഭാഗത്തു നിന്ന് മാത്രമല്ല മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നും വ്യക്തികളുടെ ഭാഗത്തു നിന്നും നിരന്തരം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ണൂരിൽ BLO അനീഷ് ജോർജിന്റെ ആത്മഹത്യയിൽ ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കാൻ അന്വേഷണ സംഘം. അനീഷിന്റെ മൊബൈൽ ഫോൺ സൈബർ സെല്ലിന് കൈമാറും. ആവശ്യമെങ്കിൽ ആത്മഹത്യാ പ്രേരണക്കുറ്റം ചുമത്തും. കുടുംബങ്ങളുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്നും അന്വേഷണ സംഘം അറിയിച്ചു. അതേസമയം അനീഷ് ജോർജിനെ ഭീഷണിപ്പെടുത്തിയെന്ന കോൺഗ്രസ് ആരോപണം CPM തള്ളി. പ്രവർത്തകർ ആത്മഹത്യ ചെയ്യുന്നത് വിഷമമുണ്ടാക്കുന്ന കാര്യമെന്ന് K. സുരേന്ദ്രൻ. കോൺഗ്രസിലും CPM-ലും എല്ലാം നടക്കുന്നുണ്ട്. ഇത് പക്ഷേ തമസ്കരിക്കാനാണ് ശ്രമമെന്നും സുരേന്ദ്രൻ. ആത്മഹത്യ പ്രവണതയെക്കുറിച്ച് നിങ്ങൾ പറയുമ്പോഴേ എല്ലാം പറയണ്ടേ? ഒരു പ്രവർത്തകനും ആത്മഹത്യ ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. ഏത് പ്രവർത്തകനായാലും പറഞ്ഞുറപ്പിച്ച സീറ്റ് നൽകിയില്ല. ആലപ്പുഴയിൽ കോൺഗ്രസ് ബൂത്ത് പ്രസിഡന്റ് ആത്മഹത്യക്ക് ശ്രമിച്ചു. CPIയുടെ ജില്ലാ കമ്മിറ്റി അംഗങ്ങളെ അവഗണിക്കുന്നു. മാനസികമായ പീഡനമാണ് ഞാൻ അനുഭവിക്കുന്നതെന്ന് ഉന്നത CPI നേതാവ് തൃശ്ശൂരിൽ. പാലക്കാട് തറക്കുളം CPM ബ്രാഞ്ച് സെക്രട്ടറി ശിവകുമാർ ഇന്നലെ തൂങ്ങി മരിച്ചു. സ്വന്തം വാർഡിലെ സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ശേഷം മാനസിക വിഷമം മൂലമാണ് ശിവകുമാർ തൂങ്ങി മരിച്ചത്. ഇനി തെരഞ്ഞെടുപ്പ് വാർത്തകൾ നോക്കാം. വോട്ടറാണ് പട്ടികയിലില്ല. സ്ഥാനാർത്ഥികളെ നേരത്തെ പ്രഖ്യാപിച്ചെങ്കിലും പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികൾക്ക് മത്സരിക്കാനാകുമോ എന്നാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ആശങ്ക.
വോട്ടർ പട്ടിക നോക്കാതെയായിരുന്നു മുന്നൊരുക്കങ്ങൾ എന്ന് തോന്നും വിധമാണ് കാര്യങ്ങൾ മുന്നോട്ടു പോകുന്നത്. വോട്ടർ പട്ടികയിൽ നിന്ന് കോഴിക്കോട് കോർപ്പറേഷനിലെ UDFന്റെ മേയർ സ്ഥാനാർത്ഥി VM ബിനുവിന്റെ പേര് ഒഴിവാക്കിയതിന് പിന്നിൽ ഗൂഢാലോചനയാണെന്ന് കോൺഗ്രസ് വാദം പൊളിയുകയാണ്. VM ബിനു താമസിക്കുന്ന മലാപ്പറമ്പ് ഡിവിഷനിൽ 2020-ലും ബിനുവിന് വോട്ടുണ്ടായിരുന്നില്ല. എന്നാൽ 2020-ലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തുവെന്ന് ആവർത്തിക്കുകയാണ് ബിനു. വോട്ടുണ്ടോ എന്ന് പോലും പരിശോധിക്കാതെ സ്ഥാനാർത്ഥിയെ നിർത്തിയ കോൺഗ്രസ് ബിനുവിനെ അവഹേളിക്കുകയാണെന്നാണ് CPM വിമർശിക്കുന്നത്. MS അനീഷ് കുമാറിന്റെ റിപ്പോർട്ടിലേക്ക്. പത്രികാ സമർപ്പണത്തിനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നതിനിടെയാണ് കല്ലായിയിലെ UDF സ്ഥാനാർത്ഥി VM ബിനുവിന് വോട്ടില്ലെന്ന് കണ്ടെത്തിയത്. കഴിഞ്ഞ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിലും താൻ കാരപ്പറമ്പിൽ നിന്നും വോട്ട് ചെയ്തു എന്നാണ് VM ബിനു അവകാശപ്പെട്ടത്. തുടർന്ന് ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയ ശേഷം തന്റെ പര്യടന പരിപാടികൾ പുനരാരംഭിക്കുകയും ചെയ്തു. എന്നാൽ ഇതിന് പിന്നാലെയാണ് 2020-ലെ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടികയിലും VM ബിനുവിന്റെ പേരുണ്ടായിരുന്നില്ല എന്ന് കണ്ടെത്തിയത്. അദ്ദേഹം എന്നാൽ തന്റെ പഴയ വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. താനും ഭാര്യയും ഒപ്പമാണ് പോളിംഗ് ബൂത്തിൽ പോയി വോട്ട് ചെയ്തതെന്നും അദ്ദേഹം ആവർത്തിക്കുന്നു. അവർ ആര് വേണമെങ്കിൽ പറഞ്ഞ വോട്ട് ചെയ്ത് എനിക്കല്ല അറിയാം. ഞാൻ വോട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ വൈഫ് വോട്ട് ചെയ്തിട്ടുണ്ട്. അതിനപ്പുറം എനിക്കൊന്നും പറയാനില്ല. DC പ്രസിഡന്റ് K പ്രവീൺകുമാറും പറയുന്നത് പട്ടികയിൽ ക്രമക്കേടുണ്ടോ എന്നാണ്. 2020-ൽ VM ബിനു വോട്ട് ചെയ്താണ്. സ്ഥാനാർത്ഥിക്ക് വോട്ടുണ്ടോ എന്ന് പരിശോധിക്കും മുമ്പ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് പിഴവ് പറ്റി. ഇക്കാര്യത്തിൽ തങ്ങൾ പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്നലെ ഞങ്ങൾ പോയ പ്രതിനിധി സംഘത്തോടും MK രാഘവന്റെ ഫോണിലും ഈ നഗരത്തിൽ ജീവിക്കുന്ന ഒരാളുടെയും വോട്ട് നിഷേധിക്കില്ല എന്നും വോട്ട് നിഷേധിക്കുന്നത് ബോധ്യപ്പെട്ടാൽ അതിന് ആ അവകാശം ഉറപ്പാക്കുമെന്ന് ഞങ്ങൾക്ക് അദ്ദേഹം വാഗ്ദാനം നൽകി. അതിൽ ഞങ്ങൾ പൂർണ്ണ വിശ്വാസമാണ്. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഞങ്ങളിപ്പോൾ EROവിന് അപേക്ഷ കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് അപേക്ഷയുമായി EROനെ കാണാം. 18 വയസ്സ് പൂർത്തിയായ കാലാകാലങ്ങളിൽ ഒരു നാട്ടിൽ ജീവിക്കുന്ന ആൾക്ക് വോട്ടവകാശം ഉണ്ടാവില്ല എന്ന് ഏതർത്ഥം ഞങ്ങൾ വിശ്വസിക്കണം. വോട്ടർ പട്ടികയിൽ പേരുന്നുള്ളത് ആരുടെയും ഔദാര്യമല്ല, ഏതൊരാളുടെയും അവകാശമാണ്. ആ അവകാശം ഇവിടെ നിഷേധിക്കപ്പെടുമെന്നുള്ള സ്വപ്നത്തെ പോലും ചിന്തിച്ചില്ല. ബട്ട് ഇറ്റ് ഇസ് എ ലെസൺ, പാഠമാണ്, സംശയമില്ല കാര്യത്തിൽ. അതേസമയം കലാകാരനായ VM ബിനുവിനെ അപമാനിക്കുകയാണ് കോൺഗ്രസ് ചെയ്യുന്നതെന്നാണ് CPM ആരോപണം. അദ്ദേഹത്തിന് വോട്ടുണ്ടോ എന്ന് പോലും തിരക്കാതെ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കി. ഇതിന്റെ മേലുള്ള കുറ്റം CPM-ന് മേൽ ആരോപിക്കുന്നത് അടിസ്ഥാനരഹിതമാണെന്നും ഡെപ്യൂട്ടി മേയർ മുസാഫിർ അഹമ്മദ് പറഞ്ഞു. തീർച്ചയായിട്ടും വീഴ്ച എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയില്ല. അദ്ദേഹത്തെ പോലുള്ള ഒരാളെ അവഹേളിക്കലാണ് യഥാർത്ഥത്തിൽ നടത്തിയിരിക്കുന്നത്. വോട്ടില്ല എന്ന് കോൺഗ്രസിന്റെ നേതൃത്വത്തിനും പ്രാദേശിക പ്രവർത്തകർക്കും കൃത്യമായിട്ട് അറിയാമല്ലോ. വോട്ടർ പട്ടിക എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രേഖാമൂലം തന്നെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾക്ക്, അംഗീകൃത രാഷ്ട്രീയ പാർട്ടികൾക്ക് തെരഞ്ഞെടുപ്പ് ചട്ടം അനുസരിച്ച് ഓരോ ഘട്ടത്തിലും വോട്ടർ പട്ടിക കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ബൂത്ത് തല കമ്മിറ്റി പ്രവർത്തിക്കുന്ന കോൺഗ്രസിന്റെ പാർട്ടി പ്രവർത്തകർ വോട്ട് ചേർത്തിട്ടുണ്ട് ആ വാർഡിൽ. പല വാർഡുകളിലും വോട്ട് അവർ ആക്ഷേപം കൊടുത്ത് തള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ വോട്ട് ചേർക്കുകയും ആക്ഷേപം കൊടുക്കാനുള്ള അവസരം കിട്ടിയ സന്ദർഭത്തിൽ കോൺഗ്രസിന്റെ പ്രാദേശിക പ്രവർത്തകർക്കറിയാം ആർക്കൊക്കെ വോട്ടുണ്ട്. CPM ജില്ലാ സെക്രട്ടറിയും CPM-നെതിരായ കോൺഗ്രസിന്റെ വാദങ്ങളെ തള്ളുകയാണ്. സ്വന്തം സ്ഥാനാർത്ഥിക്ക് വോട്ടുണ്ടോ എന്ന് പരിശോധിക്കാതിരുന്നത് കോൺഗ്രസിന്റെ മാത്രം വീഴ്ചയാണ്. ഒരു പൊതുപ്രവർത്തകരെന്ന രീതിയിൽ അല്ലെങ്കിൽ പൊതുരംഗത്തേക്ക് ഇറങ്ങുന്ന ആളെന്ന രീതിയിൽ വോട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ട ബാധ്യത VM ബിനുവിന് ഉണ്ടായിരുന്നുവെന്നും CPM ജില്ലാ സെക്രട്ടറി M മെഹബൂബ് പറഞ്ഞു. ഒപ്പം നിയമവിരുദ്ധമായി നിയമത്തെ മറികടന്ന് വോട്ട് ചേർക്കാനാണ് നീക്കമെങ്കിൽ അക്കാര്യം എതിർക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇവിടെ നിലനിൽക്കുന്ന ഒരു സംവിധാനം ഉണ്ടല്ലോ. ഇപ്പോൾ നിങ്ങളെല്ലാവരുടെയും വോട്ടർ പട്ടിക പേരുണ്ടോ എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കില്ല, അല്ലെങ്കിൽ നിങ്ങൾ ബന്ധപ്പെട്ടിട്ടുള്ള മേഖലയിൽ എനിക്ക് വോട്ടുണ്ടോ എന്ന് നോക്കില്ലേ, അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടി നോക്കിയിട്ട് നിങ്ങൾക്ക് വോട്ടില്ല എന്ന് പറയില്ലേ. ബിനുവിനെ സംബന്ധിച്ച് ഇപ്പം മനസ്സിലാക്കാൻ കഴിഞ്ഞത് 2020 അയാൾ വോട്ട് ചെയ്തിട്ടില്ല. 2020 വോട്ടർ പട്ടികയിൽ അയാൾക്ക് വോട്ടില്ല. ഇനി കോൺഗ്രസിന് അതുമാത്രമാണ്. ഇപ്പോൾ 19-ാം വാർഡിലെ ബിന്ദുവിന് നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി തയ്യാറായിട്ട് സ്ഥാനാർത്ഥിയായിട്ട് അവർ വോട്ടൊക്കെ ചോദിച്ചു നടന്നിരിക്കുന്നത്. അവർക്ക് വോട്ടില്ല എന്നാണ് ഇന്നത്തെ പത്രം പറയുന്നത്. അപ്പോൾ കോൺഗ്രസിന് ഇതൊന്നും അതിലൊരു പ്രശ്നമൊന്നുമല്ല. ഇതൊന്നല്ല അവരുടെ അജണ്ട. അതിനിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് നോർത്ത് വിഭാഗത്തിലെ ബിന്ദു എന്ന കൗൺസിലർക്കും വോട്ടില്ല എന്ന് കണ്ടെത്തി. ബിന്ദുവും VM ബിനുവും
കോഴിക്കോട് കോർപ്പറേഷനിലെത്തി തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് മുമ്പാകെ പരാതി നൽകുകയും ചെയ്തു. എന്നാൽ പ്രാഥമികമായ പരിശോധനയിൽ 2020 VM ബിനു വോട്ട് ചെയ്തിട്ടില്ല എന്ന് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ കണ്ടെത്തി. അദ്ദേഹത്തിന്റെ പേര് പട്ടികയിൽ നിന്നും ഒഴിവാക്കിയതായി കണ്ടെത്തിയിട്ടില്ല. പലവട്ടം ഈ തെരഞ്ഞെടുപ്പ് പട്ടിക ശുദ്ധീകരിക്കുന്നതിനുള്ള ശ്രമം നടത്തിയെങ്കിലും മനഃപൂർവ്വമായി ഒഴിവാക്കൽ നടപടികൾ നടത്തിയിട്ടില്ല. ആരെങ്കിലും VM ബിനുവിന്റെ പേര് ഒഴിവാക്കാൻ പരാതി നൽകിയിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. എന്തായാലും അദ്ദേഹത്തിന് ഇത്തവണ വോട്ട് ചെയ്യാൻ കഴിയില്ലെന്ന് ഏതാണ്ട് വ്യക്തമാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഹൈക്കോടതിയെ അടക്കം സമീപിച്ച് നിയമ പോരാട്ടം ശക്തമാക്കാനാണ് പാർട്ടിയുടെ തീരുമാനം. മറുവശത്ത് പുതിയൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തുന്നതിനുള്ള നടപടിക്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. ഹൈക്കോടതിയിൽ നിന്നും ഒരു അനുകൂലമായ ഉത്തരവുണ്ടായില്ലെങ്കിൽ അല്ലെങ്കിൽ അതിന്റെ നടപടിക്രമങ്ങൾ നീങ്ങുകയാണെങ്കിൽ ആ പ്രതിസന്ധി ഉറപ്പാക്കുന്നതിനാണ് മറ്റൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ ശ്രമം നടക്കുന്നത്. മെഡിക്കൽ കോളേജ് സൗത്ത് വാർഡിലും മറ്റൊരു സ്ഥാനാർത്ഥി കണ്ടെത്താനുള്ള നീക്കങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്. വോട്ടർ പട്ടികയിൽ നിന്ന് പേര് ഒഴിവാക്കപ്പെട്ട തിരുവനന്തപുരം മുട്ടട വാർഡിലെ UDF സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷിന് മത്സരിക്കാനാകുമോ എന്നതിൽ തീരുമാനം നാളെ 12 മണിയോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനം അറിയിക്കും. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുൻപാകെ വൈഷ്ണയുടെ ഹിയറിംഗ് 2.5 മണിക്കൂർ നീണ്ടു. അനുകൂല തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്ന് വൈഷ്ണ പ്രതികരിച്ചു. തീരുമാനമൊന്നും തന്നെ അറിയിച്ചിട്ടില്ല. നാളെ 12 മണിയോടുകൂടി അറിയിക്കാമെന്നാണ് ബഹുമാനപ്പെട്ട ഇലക്ഷൻ കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും നിലവിലുള്ള സാഹചര്യത്തിൽ നമുക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്, നിയമത്തിൽ വിശ്വാസമുണ്ട്, നീതിന്യായം നടപ്പിലാക്കുന്നത് തന്നെയാണ് ശുഭപ്രതീക്ഷ. ബഹുമാനപ്പെട്ട ഇലക്ഷൻ കമ്മീഷനിൽ പൂർണ്ണ വിശ്വാസം വെച്ച് തന്നെയാണ് ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. അതെ, നമുക്ക് ഇത്രയും ദിവസം തിരുവനന്തപുരം നഗരസഭയോ അതേപറ്റിയുള്ള ഓഫീസർമാരൊന്നും തന്നെ നമ്മുടെ ഭാഗം കേൾക്കാനായി തയ്യാറായിരുന്നില്ല. പക്ഷേ ഇന്ന് ഇലക്ഷൻ കമ്മീഷൻ വളരെ ക്ലിയറായി നമ്മുടെ ഭാഗം കേട്ടു. നമുക്ക് പറയാനുള്ള എല്ലാം തന്നെ അദ്ദേഹം കേട്ടു. അപ്പോൾ വളരെയധികം വിശ്വാസമുണ്ട്, നമുക്ക് അനുയോജ്യമായൊരു തീരുമാനം വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും പ്രചരണം തുടരും. കാരണം പാർട്ടി ഈ തീരുമാനം അങ്ങനെയാണ്. പരാതിക്കാരനായ ധനേഷ് കുമാറും ഹിയറിംഗിന് ഹാജരായി. രണ്ടു വാദം കേട്ടു. ഞാൻ കൊടുത്ത പരാതിയിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്. ഞാൻ കഴിഞ്ഞ 7-8 വർഷമായിട്ട് ഈ പ്രദേശത്ത് താമസമില്ലാത്ത ആള് പഴയ TC നമ്പറിന്റെ പേര് പറഞ്ഞാണ് എല്ലാ റെക്കോർഡുകളും ഉണ്ടാക്കി വെച്ചേക്കുന്നത്. പാസ്പോർട്ട് പോലും ഉണ്ടാക്കി വെച്ചേക്കുന്നത് പഴയ TC നമ്പർ വെച്ചാണ്. അപ്പോൾ കള്ളവോട്ട് ചേർത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പരാതി കൊടുത്തത്. ഇവിടെ താമസമില്ലാത്ത ആള് വോട്ട് ചേർക്കാൻ വേണ്ടി ഇവിടെ കള്ളവോട്ട് ചേർത്തതിനെതിരായിട്ടാണ് ഞങ്ങൾ പരാതി കൊടുത്തത്. ആ പാസ്പോർട്ട്, ലൈസൻസ് ഇതെല്ലാം 3/564 എന്നുള്ള TCയിലാണ് എടുത്തത്. അവിടെ താമസിക്കുന്ന അനിമോൾ എന്നുള്ള ഒരാളാണ് കഴിഞ്ഞ 2-3 വർഷമായിട്ട് അവിടെ വാടകയ്ക്ക് താമസിക്കുന്നത്. ഇന്നലെ അവർ ഗ്യാസ് എടുത്തതിന്റെ ഗ്യാസിന്റെ ബില്ലുണ്ട്. ഇവർ പറയുന്നത് ഇപ്പോഴും ഞാൻ അവിടെ ആ വീട്ടിൽ താമസിച്ചെന്നാണ് എതിർകക്ഷി പറയണത്. പക്ഷേ അവിടെ അനിമോൾ എന്നുള്ള ആളാണ് ആ വീട്ടിൽ ഇപ്പോഴും വാടകയ്ക്ക് താമസിക്കുന്നത്. വൈകുന്നേരം 3 മണിയോടെയാണ് വൈഷ്ണ സുരേഷും വൈഷ്ണയുടെ അഭിഭാഷകനും അതോടൊപ്പം പരാതിക്കാരനായ സുധേഷ് കുമാറും അടക്കം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ മുമ്പാകെ ഹിയറിംഗിന് ഹാജരായത്. തുടർന്ന് ഈ പരാതിയുമായി ബന്ധപ്പെട്ട എല്ലാ വിശദാംശങ്ങളും വൈഷ്ണ സുരേഷും അതോടൊപ്പം അഭിഭാഷകനും തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ അറിയിച്ചു. അതിനുശേഷം പരാതിക്കാരനും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഈ കള്ളവോട്ട് ചേർക്കാനുള്ള നീക്കമാണ് ഉണ്ടായത് എന്ന് പരാമർശിക്കുന്ന അദ്ദേഹത്തിൻ്റെ കൈവശമുള്ള രേഖകൾ അടക്കം തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് കൈമാറിയിട്ടുണ്ട്. ഈ കാര്യങ്ങളിൽ നാളെ ഉച്ചയ്ക്ക് 12 മണിയോടെ തീരുമാനം അറിയിക്കുമെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. ഒരുപക്ഷേ ഇത് ഹൈക്കോടതിയിൽ തീരുമാനം അറിയിക്കാനാണ് സാധ്യത. അതല്ല എങ്കിൽ നേരിട്ട് ഈ സ്ഥാനാർത്ഥിയെ തന്നെ അറിയിച്ചേക്കും. അക്കാര്യത്തിൽ നാളെ മാത്രമേ ധാരണ ഉണ്ടാകത്തുള്ളൂ. എന്തായാലും പരാതിയിൽ ഈ പരാതിക്കാരൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. കള്ളവോട്ട് തന്നെയാണ് ചേർത്തിരിക്കുന്നതെന്ന പരാതിയിൽ ഈ സുധേഷ് കുമാർ ഉറച്ചു നിൽക്കും. തിരുവനന്തപുരം ജില്ലയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലെ അതൃപ്തിയെ തുടർന്ന് LDFൽ രാജി. മാർനല്ലൂർ പഞ്ചായത്തിലെ ഊരുട്ടമ്പലം. പാലക്കാട് കോൺഗ്രസിലും BJPയിലും തർക്കം. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് C കൃഷ്ണകുമാറിനെതിരെ നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ രംഗത്തെത്തി. നഗരസഭയിൽ BJP പ്രഖ്യാപിച്ചത് ഏകപക്ഷീയമായ സ്ഥാനാർത്ഥി പട്ടികയാണെന്ന് പ്രമീള ശശിധരൻ ആരോപിച്ചു. അതേസമയം സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി പാലക്കാട്ടെ 50-ലധികം കോൺഗ്രസ് പ്രവർത്തകർ രാജിവെച്ചു. സ്ഥാനാർത്ഥി നിർണയത്തിന് ശേഷവും പാലക്കാട്ടെ കോൺഗ്രസിലും BJPയിലും പ്രശ്നങ്ങൾ കയവില്ല. C കൃഷ്ണകുമാർ പക്ഷത്തിന് മാത്രമാണ് BJPയിൽ പ്രാധാന്യം ലഭിക്കുന്നതെന്ന് നിലവിലെ പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ തുറന്നടിച്ചു. സ്വന്തം വാർഡിൽ മത്സരിക്കുന്നത് ആരെന്ന് പോലും തന്നോട് പറഞ്ഞില്ലെന്നും കൺവെൻഷൻ അറിയിച്ചില്ലെന്നും പ്രമീള ശശിധരൻ. ഇവിടെ തന്നെ പൊതുവെ ജനങ്ങൾക്ക് അറിയാമല്ലോ, ഒരു വിഭാഗം ആൾക്കാർക്കാണ് ഇവിടെ പ്രാധാന്യത എന്നുള്ളത്. പത്രമാധ്യമങ്ങളോട് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ.
ഒരു വിഭാഗം ആൾക്കാർക്കാണ് ഇവിടെ പ്രാധാന്യത കൂടുതലെന്നുള്ളത് ഇവിടെയുള്ള പാർട്ടിക്കാർക്കും ഇവിടെയുള്ള ജനങ്ങൾക്കും വളരെ വ്യക്തമായിട്ട് അറിയുന്ന ഒരു കാര്യമാണ്. അവർക്ക് കൂടുതൽ സീറ്റ് നൽകി എന്നുള്ളത് അതെ അങ്ങനെ ഒരു അഭിപ്രായമുണ്ട് എനിക്ക്. അത് എന്നെ ബാധിക്കുന്നതല്ല. ഞാൻ നേരത്തെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ബാധിക്കുന്നതല്ല. പക്ഷേ 13-ലും 14-ലും അതായത് ഞാൻ നിന്ന് ജയിച്ച താമര ചിഹ്നത്തിൽ ജയിച്ച 2 വാർഡുകളിലും സ്ഥാനാർത്ഥി ആരാണെന്ന് ഇന്നലെ 3 മണിവരെ എന്നെ അറിയിക്കാത്തതിന്റെ മാനസിക വിഷമം എനിക്കുണ്ടായിരുന്നു. ആ വിഷമാണ് ഇന്നലെ ഞാൻ ആ പരിപാടിയിൽ പങ്കെടുക്കാതിരുന്നത്. പാലക്കാട് നഗരസഭയിലെ കുന്നത്തൂർമേട് നോർത്തിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസിൽ കൂട്ടരാജി. DCC അംഗം കിഥർ മുഹമ്മദ്, ബ്ലോക്ക് മണ്ഡലം നേതാക്കൾ ഉൾപ്പെടെ 50ഓളം പ്രവർത്തകരും നേതൃത്വത്തിന് രാജിക്കത്ത് നൽകി. അതിനിടെ നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി പ്രീജ സുരേഷ് രംഗത്തെത്തി. ഷാഫി പറമ്പിൽ രാഹുലിനെ ഇവിടെ ഇറക്കുമതി ചെയ്തത് തന്നെ കുത്തക മുതലാളികൾക്ക് വേണ്ടി മാത്രമാണ്, പ്രത്യേകിച്ച് ഈ കോറി മാഫിയകൾക്ക് വേണ്ടി മാത്രമാണ്. അതാണ് ഇവിടെ നടന്നത്. പാലക്കാട് രാഷ്ട്രീയം ഇപ്പം അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ മാതിരി സാധാരണപ്പെട്ട രാഹുരാത്രം പണിയെടുത്ത് പാർട്ടിക്ക് വേണ്ടി പ്രസ്ഥാനത്തിന് വേണ്ടി പണ്ട് മുതലേ കൊടിയെടുത്ത് വന്ന് ഇവിടം വരെ കൊടി പിടിച്ചുകൊണ്ട് നടന്ന് നമ്മുടെ നേതാക്കളെ ഓർത്തുകൊണ്ട് നമ്മൾ ഇന്നും പോകുന്നത് എന്തിന് എന്നുള്ളൊരു വഴിത്തിരിവിലേക്കാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. അതിനുള്ള മറുപടി എവിടെ നിന്ന് കിട്ടുന്നു പോലും അറിയില്ല. നമ്മളെ സംരക്ഷിക്കേണ്ടവർ തന്നെയാണ് ഈ തങ്കപ്പൻ അവരെ മാതിരിയുള്ളവരൊക്കെയാണ് ഈ പണം വാങ്ങിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെ മാഫിയകൾക്ക് വേണ്ടി നിൽക്കുന്നുവെന്നും പേയ്മെന്റ് സീറ്റുകൾ നൽകുന്നുവെന്നുമാണ് വിമർശനം. ന്യൂസ് 18 പാലക്കാട്. പ്രമീള ശശിധരന്റെ വിമർശനത്തിൽ മറുപടിയുമായി കെ സുരേന്ദ്രൻ. എല്ലാവർക്കും സ്ഥിരമായി സീറ്റ് കൊടുക്കാനാകില്ല. പ്രമീളയ്ക്ക് നേരത്തെ സീറ്റ് നൽകിയപ്പോൾ മറ്റു ചിലർ പരാതി പറഞ്ഞിരുന്നതായും സുരേന്ദ്രൻ പ്രതികരിച്ചു. ചെറിയ അസ്വസ്ഥതകൾ എപ്പോഴും സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്നതല്ലേ. അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, അതൊന്നും ബാധിക്കില്ല. കാരണം എന്താ വെച്ചാൽ കാലാകാലങ്ങളിൽ ഒരേ സീറ്റുകളിൽ മത്സരിക്കുന്ന ആളുകളെ മാറ്റുന്നത് ഒരു നല്ല പ്രവണതയല്ലേ. സ്ഥിരമായി മത്സരിക്കുകയും ജയിക്കുകയും പദവികൾ അധികാരസ്ഥാനങ്ങൾ പങ്കിടുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ അധികം മുനിസിപ്പാലിറ്റികൾ ഭരിക്കാത്തൊരു പാർട്ടിയാണ് ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നിലവിൽ. ഇനി വരാനിരിക്കുന്നതിൽ കൂടുതൽ കിട്ടും. അപ്പോൾ അതുകൊണ്ട് ആ കിട്ടിയ സ്ഥലങ്ങളിലെല്ലാം പുതിയ ആളുകൾക്ക് സീറ്റ് കൊടുക്കണ്ടേ? അതും നിങ്ങൾ പറയില്ലേ? അത് അവർ നേരത്തെ മത്സരിക്കുമ്പോഴും വേറെ കുറേ ആളുകൾ പറഞ്ഞിരുന്നു. ഇനി മറ്റു വാർത്തകൾ നോക്കാം. ഭീകരതയുടെ പാഠങ്ങൾ. ഡൽഹി സ്ഫോടനത്തിന് പിന്നാലെ പുറത്തുവരുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ. സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ഉമർ നബി ചാവേർ ആക്രമണങ്ങളെക്കുറിച്ച് ക്ലാസ് എടുക്കുന്നതിന്റെ വീഡിയോ ന്യൂസ് 18 ലഭിച്ചു. ഇയാൾക്കൊപ്പമുണ്ടായിരുന്നവർ ഹമാസ് മോഡൽ ആക്രമണങ്ങൾ രാജ്യത്ത് നടത്താൻ പദ്ധതിയിട്ടിരുന്നു. ഇതിനായി ഡ്രോണുകളും ചെറു റോക്കറ്റുകളും നിർമ്മിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നതായും അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. അതേസമയം ഫരീദാബാദിലെ അൽഫല സർവകലാശാലയിൽ ED റെയ്ഡ് പുരോഗമിക്കുകയാണ്. ചാവേർ ആക്രമണത്തെ ആളുകൾ തെറ്റായി വ്യാഖ്യാനിക്കുകയാണ്. സ്ഫോടനത്തിന് 2 മാസങ്ങൾക്ക് മുമ്പ് ഇയാൾ ടെലഗ്രാമിൽ പങ്കുവച്ച വീഡിയോ ആണിത്. ഇംഗ്ലീഷ് ഭാഷയിൽ ക്ലാസ് എടുക്കുന്ന രീതിയിലാണ് ഉമറിന്റെ സംഭാഷണങ്ങൾ. ഉമർ നബിയുടെയും സംഘത്തിന്റെയും വലയിലായ യുവാക്കൾക്കായി പങ്കുവച്ച വീഡിയോ ആണിതെന്നാണ് സംശയം. നവംബർ 10-ന് സ്ഫോടനം ഉണ്ടായതിന് പിന്നാലെ നിരവധി അറസ്റ്റുകളാണ് നടന്നത്. അവരുടെ ചോദ്യം ചെയ്യലിൽ നിന്ന് ലഭിക്കുന്നത് അതിനിർണായകമായ വിവരങ്ങളും. രാജ്യത്തെ തിരക്കുള്ള പ്രദേശങ്ങളിൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്താൻ സംഘത്തിന് പദ്ധതിയുണ്ടായിരുന്നു. പുൽവാമ സ്വദേശി ജാസിർ ബിലാൽ എന്ന യുവാവ് ഇതിനായി ഡ്രോണുകൾ ഉണ്ടാക്കാൻ നീക്കം നടത്തി വരികയായിരുന്നുവെന്നും അന്വേഷണ സംഘം കണ്ടെത്തി. മകൻ ഭീകരവാദത്തിൽ പെട്ടെന്ന് തിരിച്ചറിഞ്ഞ് ഇയാളുടെ പിതാവ് ബിലാൽ അഹമ്മദ് വാനി തീ കൊളുത്തി ആത്മഹത്യ ചെയ്തിരുന്നു. മുസുമൽ ഷക്കീൽ, ഷഹീൻ സയ്യിദ്, മുഹിയുദ്ദീൻ, അദീൽ റാത്തർ, അമീർ റാഷിദ്, ജാസിർ, ഇർഫാൻ അഹമ്മദ് തുടങ്ങി സംഘത്തിലെ പ്രധാനികളെല്ലാം അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലാണ്. കൂടാതെ ഫരീദാബാദിലെയും അനന്തനാഗിലെയും ഡോക്ടർമാരും NIA-യുടെ നിരീക്ഷണത്തിലാണ്. അതിനിടെ അൽഫല സർവകലാശാലയിലേക്ക് ED സംഘവും എത്തിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. 1 കോടി രൂപ തലയ്ക്ക് വിലയിട്ടിരുന്ന മാവോയിസ്റ്റ് കമാൻഡർ മാദ്വി ഹിദ്മ സുരക്ഷാ സേനയുമായി ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു. 2010-ലെ ദന്തേവാഡ ആക്രമണമടക്കം രാജ്യത്തെ നടുക്കിയ 26 ആക്രമണങ്ങളുടെ സൂത്രധാരനാണ് 48-കാരനായ മാദ്വി ഹിദ്മ. PLGA ബറ്റാലിയൻ 1-ന്റെ തലവനായ ഹിദ്മയുടെ 2ാം ഭാര്യ രാജാക്കയും കൊല്ലപ്പെട്ടു. ആന്ധ്രയിലെ ASR ജില്ലയിൽ നടന്ന ഏറ്റുമുട്ടലിൽ 6 പേർ കൊല്ലപ്പെട്ടെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ട്. സുരക്ഷാ സേനയ്ക്കും പരിക്കുണ്ട്. 2013-ലെ തെരഞ്ഞെടുപ്പിന് മുൻപ് ഛത്തീസ്ഗഡ് കോൺഗ്രസിലെ ഉന്നത നേതൃത്വത്തെ കൂട്ടത്തോടെ വധിച്ച ആക്രമണത്തിന്റെ സൂത്രധാരനാണ് ഹിദ്മ. ദന്തേവാഡയിൽ നടന്ന ആക്രമണത്തിൽ 76 CRPF ജവാന്മാരായിരുന്നു വീരമൃത്യു വരിച്ചത്.
ബീഹാറിലെ കനത്ത പരാജയത്തോടെ ഇന്ത്യ സഖ്യത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വം ചോദ്യം ചെയ്യപ്പെടുന്നു. ഇന്ത്യ സഖ്യത്തെ അഖിലേഷ് യാദവ് നയിക്കണമെന്ന സമാജ്വാദി പാർട്ടി MP രവിദാസ് മൈത്രോത്ര ആവശ്യപ്പെട്ടു. സഖ്യത്തെ നയിക്കേണ്ടത് മമതാ ബാനർജിയാണെന്ന നിലപാടിലാണ് തൃണമൂൽ കോൺഗ്രസ്. കിരൺ ബാബുവിന്റെ റിപ്പോർട്ടിലേക്ക്. ബീഹാറിലേറ്റ കനത്ത തോൽവിക്ക് പിന്നാലെയാണ് ഇന്ത്യ സഖ്യത്തിന്റെ നേതൃസ്ഥാനത്ത് നിന്ന് രാഹുൽ ഗാന്ധി മാറണം എന്നുള്ള അഭിപ്രായങ്ങൾ പല കോണുകളിൽ നിന്നുയർന്നത്. പ്രധാനമായും മമതാ ബാനർജിയുടെ പേരാണ്. കല്യാൺ ബാനർജി തൃണമൂൽ കോൺഗ്രസിന്റെ MP തന്നെയാണ് മമതയുടെ പേര് മുന്നോട്ട് വെച്ചത്. അതോടൊപ്പം തന്നെ അഖിലേഷ് യാദവിന്റെ പേര് SP-യും മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇന്ത്യ സഖ്യത്തിന് നിലവിൽ ഏതെങ്കിലും ഔദ്യോഗികമായി ആരെങ്കിലും ഒരാൾ ഇന്നയാൾ നേതാവ് എന്നത് പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ ഏത് പാർട്ടിയാണ് നയിക്കുന്നതെന്നും പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. മമതയുടെ പേര് മുന്നോട്ട് വെക്കുമ്പോൾ അതിന് പിന്തുണയുമായി ബീഹാറിലെ മഹാഗഠബന്ധന്റെ നേതാവും ഇന്ത്യ സഖ്യത്തിലെ ഏറ്റവും തലമുതിർന്ന നേതാവുമായ ലാലു പ്രസാദ് യാദവ് എത്തുന്നു എന്നതും പ്രധാനമാണ്. ലാലുവിനോട് ഈ ചോദിക്കുമ്പോൾ ലാലു പറയുന്നത് കോൺഗ്രസിന്റെ എതിർപ്പ് സ്വാഭാവികമാണ്, അത് തുടരും, പക്ഷേ അവർ നയിക്കട്ടെ എന്നാണ് പറയുന്നത്. മമതാ ബാനർജി നയിക്കട്ടെ എന്നുള്ളതാണ് പറയുന്നത്. തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ച് തൃണമൂൽ കോൺഗ്രസിന് അത്തരത്തിൽ ഒരു ആഗ്രഹമുണ്ട്, മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ വേണം. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന പ്രധാനപ്പെട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായ മഹാരാഷ്ട്രയായാലും ഹരിയാനയായാലും ബീഹാർ ആയാലും അവിടെയെല്ലാം കോൺഗ്രസിന് പരാജയമാണ് ഉണ്ടായത്. ജമ്മു കാശ്മീരിലും അതോടൊപ്പം തന്നെ ജാർഖണ്ഡിലും മാത്രമാണ് ഈ സഖ്യത്തിന് വിജയിക്കാൻ കഴിഞ്ഞത്. ഈ രണ്ടിടത്തും സഖ്യകക്ഷികളാണ്. JMM-ഉം അവിടെ ഒമർ അബ്ദുള്ളയുടെ പാർട്ടിയും ഒക്കെയാണ് അവിടെ പ്രധാനപ്പെട്ട പാർട്ടികളായി നിൽക്കുന്നത്. നാഷണൽ കോൺഫറൻസും ഒക്കെയാണ് പ്രധാന പാർട്ടികളായി നിൽക്കുന്നത്. കോൺഗ്രസിന് സ്വന്തമായി മുന്നേറാൻ കഴിയുന്നില്ല എന്നതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിന് മേൽ വലിയ ചോദ്യങ്ങൾ ഉയരുന്നത്. SP-യെ സംബന്ധിച്ചാണെങ്കിൽ അടുത്ത വർഷത്തിന് ശേഷം 2027 ഉത്തർപ്രദേശിൽ തെരഞ്ഞെടുപ്പ് വരുന്നു. അവിടെ കോൺഗ്രസ് സഖ്യമുണ്ടാകുമോ എന്നുള്ള കാര്യത്തിലൊക്കെ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കൂടി നിൽക്കുന്നതാണ് ആരാണ് ഇന്ത്യ സഖ്യത്തെ നയിക്കണം എന്നുള്ള വലിയ ചോദ്യം. അത്തരം ചർച്ചകളോട് മൗനം പാലിക്കുക എന്നുള്ള നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നത്. ഷെയ്ഖ് ഹസീനയെ ബംഗ്ലാദേശിന് വിട്ടുകൊടുത്തതിൽ അന്തിമ തീരുമാനമെടുക്കാതെ ഇന്ത്യ. ബംഗ്ലാദേശ് രേഖാമൂലം ആവശ്യപ്പെട്ടാൽ ആലോചിക്കാമെന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിലപാട്. നിലവിലെ സാഹചര്യത്തിൽ ഷെയ്ഖ് ഹസീനയെ കൈമാറുന്നത് പ്രശ്നം രൂക്ഷമാക്കുമെന്നാണ് വിലയിരുത്തൽ. വിഷയം കരുതലോടെ കൈകാര്യം ചെയ്യാനാണ് നീക്കം. അജയ് സുധാ ബിജുവിന്റെ റിപ്പോർട്ടിലേക്ക്. 2013 ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ഒപ്പിട്ട എക്സ്ട്രഡിഷൻ ട്രീറ്റി പ്രകാരം കുറ്റവാളികളെ പരസ്പരം ഇരു രാജ്യങ്ങൾക്കുമിടയിൽ കൈമാറാൻ രണ്ട് രാജ്യങ്ങളും ബാധ്യസ്ഥരാണ്. എന്നാൽ രാഷ്ട്രീയമായിട്ടുള്ള വിവാദങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ അല്ലെങ്കിൽ രാഷ്ട്രീയ കുറ്റങ്ങൾ ചുമത്തിയിട്ടുള്ള വ്യക്തികൾ ഇവരെ കൈമാറാൻ ഈ നിയമം അനുസരിച്ച് വ്യവസ്ഥ ചെയ്യുന്നില്ല. ഈ ഒരു ലൂപ്പ് ഹോൾ വെച്ചിട്ടാണ് ഇന്ത്യ നിലവിൽ ഷെയ്ഖ് ഹസീനയെ ബംഗ്ലാദേശിന് കൈമാറാതിരിക്കാനുള്ള നടപടികളെ പറ്റി കൂടുതൽ ആലോചിക്കുന്നത്. ഇതിലെന്ത് തുടർ നടപടികൾ സ്വീകരിക്കണം എന്നതിനെപ്പറ്റി ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം വളരെ സസൂക്ഷ്മം തന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ ജാഗ്രതയോടെ തന്നെയാണ് ഇന്ത്യ ഇക്കാര്യത്തിൽ മുന്നോട്ട് പോകുന്നതെന്നും നമുക്ക് കാണാൻ സാധിക്കും. അതുമാത്രമല്ല, ഇന്ത്യ നിലവിൽ ഷെയ്ഖ് ഹസീനയെ ബംഗ്ലാദേശിന് കൈമാറിയാൽ അത് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധികൾ ആ രാജ്യത്ത് സൃഷ്ടിക്കും. അതുമാത്രമല്ല, വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമായി പറയുന്നുണ്ട്, ഇന്ത്യയുടെ അയൽരാജ്യമായതിനാൽ തന്നെ അവിടെയുള്ള ജനങ്ങളുടെ താല്പര്യം മുൻനിർത്തി മാത്രമേ ഇന്ത്യക്ക് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ബംഗ്ലാദേശിൽ സുസ്ഥിരതയും സമാധാനവും ശാന്തിയും നിലനിൽക്കേണ്ടതുണ്ട്. അവിടുത്തെ ഒരു കാര്യങ്ങൾ സ്ഥിതിഗതികൾ വിലയിരുത്തി എല്ലാ കക്ഷികളുടെയും താല്പര്യം മുൻനിർത്തി ആകും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക എന്നാണ് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞിട്ടുള്ളത്. അതുമാത്രമല്ല, നിലവിൽ ഇതുവരെ ബംഗ്ലാദേശ് അനൗദ്യോഗികമായി ഇന്ത്യയോട് ഷെയ്ഖ് ഹസീനയെ കൈമാറാൻ ആവശ്യപ്പെട്ടിട്ടുള്ളതല്ലാതെ ഔദ്യോഗികമായി ഒരു തരത്തിലുള്ള അറിയിപ്പും ഇന്ത്യക്ക് നൽകിയിട്ടില്ല. അപ്പോൾ ഔദ്യോഗികമായി രേഖാമൂലം ഷെയ്ഖ് ഹസീനയെ കൈമാറണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു രേഖ ഇന്ത്യക്ക് നൽകുകയാണെങ്കിൽ ഇതിൽ മറ്റ് നടപടികൾ ആലോചിച്ച ശേഷം സ്വീകരിക്കാം എന്നുള്ളതാണ് ഇന്ത്യ നിലവിൽ എടുത്തിട്ടുള്ള നിലപാട്. അപ്പോൾ അത്തരത്തിൽ പരാതി ഇനി ബംഗ്ലാദേശിൻ്റെ ഭാഗത്തുനിന്ന് വരേണ്ടതുണ്ട്. അത് ഉന്നതതലത്തിൽ ചർച്ച ചെയ്യണം. ചർച്ച ചെയ്ത അടിസ്ഥാനത്തിൽ മാത്രമേ ഇനി തുടർ നടപടികൾ നിലവിൽ സ്വീകരിക്കുകയുള്ളൂ. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ഷെയ്ഖ് ഹസീനയെ കുറ്റക്കാരിയായി വിധിച്ചുകൊണ്ടുള്ള ഉത്തരവ് വന്നത്. അന്താരാഷ്ട്ര ക്രൈം ട്രൈബ്യൂണൽ ഓഫ് ബംഗ്ലാദേശാണ് ഇത്തരത്തിലൊരു വിവാദമായിട്ടുള്ള ഈ വിധി പ്രസ്താവിച്ചിട്ടുള്ളത്. കഴിഞ്ഞ വർഷം ബംഗ്ലാദേശിൽ നടന്ന കലാപങ്ങൾക്ക് നിരവധി മരണങ്ങളും ഈ കലാപങ്ങളെ തുടർന്ന് നടന്നിരുന്നു. ഇതിൽ ഷെയ്ഖ് ഹസീന കുറ്റക്കാരിയാണെന്ന് പ്രസ്താവിച്ചുകൊണ്ടുള്ള ഒരു വിധിയാണ് ഈ അന്താരാഷ്ട്ര ക്രൈം ട്രൈബ്യൂണൽ ഓഫ് ബംഗ്ലാദേശിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. 453 പേജുള്ള ഒരു വലിയ ബൃഹത്തായ കുറ്റപത്രവും ഇതിനോട് ഉൾപ്പെടെ സമീപിച്ച്
ഇതിൻ്റെ ഭാഗമായിട്ട് വന്നിരുന്നു. ഈ ഒരു ഉത്തരവ് വന്നതിന് പിന്നാലെ ബംഗ്ലാദേശിൽ രാജ്യവ്യാപകമായി വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും അരങ്ങേറിയിട്ടുണ്ട്. അവാമി ലീഗാണ് ഈ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകിയത്. മറ്റ് രാജ്യങ്ങളിലും നിരവധി പ്രതിഷേധങ്ങൾ, ഷെയ്ഖ് ഹസീനയ്ക്കെതിരെയായിട്ടുള്ള വിധിക്കെതിരെ പ്രതിഷേധങ്ങൾ വന്നിരുന്നു. നിലവിൽ വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് ചൈന രംഗത്ത് വന്നിട്ടുണ്ട്. ചൈന പറഞ്ഞത് ഇത് ബംഗ്ലാദേശിൻ്റെ ആഭ്യന്തര കാര്യമായതുകൊണ്ട് ചൈനയ്ക്ക് മറ്റ് അഭിപ്രായങ്ങളൊന്നും രേഖപ്പെടുത്താനില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. UN ഈ ഒരു വിധിയെ തള്ളിക്കളയുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ വർഷം കൊല്ലപ്പെട്ട ആളുകൾക്ക് നീതി ലഭിക്കണം എന്ന് UN ആവശ്യപ്പെടുന്നുണ്ട്. അതേസമയം തന്നെ ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ വിധിച്ചുകൊണ്ടുള്ള ഈ വിധി അത് തള്ളിക്കളയുന്നു. അതൊരു അന്യായമാണ് എന്നാണ് UN വിഷയത്തിൽ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. എന്തായാലും അയൽരാജ്യമായിട്ടുള്ള ബംഗ്ലാദേശിൽ സംഭവിക്കുന്ന ഏതൊരു തരത്തിലുള്ള രാഷ്ട്രീയ മാറ്റങ്ങളും അതുപോലെ അസ്ഥിരതയും അത് ഇന്ത്യയും വലിയ രീതിയിൽ സ്വാധീനിക്കും, ഇന്ത്യയിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇത് കാരണം തന്നെയാണ് വിഷയത്തിൽ ഇന്ത്യ അതിജാഗ്രതരായി മുന്നോട്ട് പോകുന്നത്. ഗാസ സമാധാന പദ്ധതിക്ക് ഐക്യരാഷ്ട്രസഭയുടെ അംഗീകാരം 13 രാജ്യങ്ങൾ പിന്തുണച്ചു. വോട്ടെടുപ്പിൽ നിന്നും റഷ്യയും ചൈനയും വിട്ടു. സമാധാന പാലനത്തിന് അന്താരാഷ്ട്ര സൈന്യത്തെ നിയോഗിക്കാനുള്ള പ്രമേയമാണ് അംഗീകരിച്ചത്. ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിൻ്റെ ഭാഗമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 20 നിർദ്ദേശങ്ങളായിരുന്നു മുന്നോട്ട് വെച്ചിരുന്നത്. ഈ നിർദ്ദേശങ്ങൾ ആണ് ഇപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാ കൗൺസിൽ വോട്ടിനിട്ട് പാസാക്കിയിട്ടുള്ളത്. 13 അംഗരാജ്യങ്ങൾ ആണ് സുരക്ഷാ കൗൺസിലിൽ ഈ പ്രമേയത്തെ അനുകൂലിച്ചത്. റഷ്യ, ചൈന എന്നീ രാജ്യങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തു. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ ഈ പ്രമേയത്തെ അംഗീകരിച്ചതോടുകൂടി ഈ ഒരു പ്രമേയം എന്നത് നിർദ്ദേശത്തിന് അപ്പുറത്ത് നിയമപരമായ ഒരു ഉത്തരവായി മാറുകയും ചെയ്തിട്ടുണ്ട്. ഗാസയുടെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട പദ്ധതികളുടെ ഭാഗമാവുക, അതോടൊപ്പം തന്നെ ഗാസയുടെ സുരക്ഷയ്ക്ക് ഒരു താൽക്കാലികമായ അന്താരാഷ്ട്ര സേനാ സംവിധാനം നടപ്പിലാക്കുക, ഗാസയിൽ സുസ്ഥിരമായ ഒരു ഭരണം ഉണ്ടാകുന്നതുവരെ ഒരു അന്താരാഷ്ട്ര ബോഡി താൽക്കാലികമായി ഇടക്കാല സർക്കാർ രൂപീകരിക്കുക, ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ ആണ് ഈ പ്രമേയത്തിൽ ഉള്ളത്. ഇതിനുവേണ്ടി അംഗരാജ്യങ്ങളോട് ഈ ബോർഡിൻ്റെ ഭാഗമാകാൻ ഐക്യരാഷ്ട്രസഭ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. വളരെ നിർണായകമായ ഒരു ചുവടുവെപ്പാണ് ഇപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ നീക്കത്തെ ചരിത്രപരമായ മുന്നേറ്റം എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിശേഷിപ്പിച്ചത്. അനുകൂലമായി വോട്ട് ചെയ്തവർക്ക് ഡൊണാൾഡ് ട്രംപ് തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ നന്ദി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഹമാസ് ഇപ്പോഴത്തെ നീക്കത്തെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. പ്രത്യേകിച്ച് ഒരു അന്താരാഷ്ട്ര സേനാ സംവിധാനം ഗാസയുടെ നിയന്ത്രണം ഏറ്റെടുക്കുമ്പോൾ അതിനെ അധിനിവേശമായിട്ട് മാത്രമാണ് കണക്കാക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഹമാസിൻ്റെ നിലപാട്. മാത്രവുമല്ല, ഇസ്രായേലുമായുള്ള ഏറ്റുമുട്ടലിൽ ഗാസയുടെ ഭൂപ്രദേശത്തിൻ്റെ ഏതാണ്ട് 90% തകർന്ന് തരിപ്പണമായ സാഹചര്യമുണ്ട്. ഇതിൻ്റെ പുനർനിർമ്മാണത്തിന് അടക്കം നേതൃത്വം നൽകേണ്ടത് ഗാസയിലെ ജനങ്ങൾ ആണ് എന്നും ഗാസയിലെ ജനങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു സമിതിയുമായാണ് മുന്നോട്ട് പോകേണ്ടത് എന്നുമാണ് ഹമാസിൻ്റെ നിലപാട്. മാത്രവുമല്ല, ഇങ്ങനെ ഒരു സമിതി രൂപീകരിക്കപ്പെടുമ്പോൾ അതിൽ ഇസ്രായേലിൻ്റെ പ്രതിനിധികൾ ഉണ്ടാവുകയും അങ്ങനെ കൃത്യമായ ഇസ്രായേലിൻ്റെ നിലപാടുകൾ അവിടെ അംഗീകരിക്കപ്പെടുകയും ചെയ്യും. അങ്ങനെ ഇസ്രായേലിൻ്റെ താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കപ്പെടുന്ന ഒരു പ്രമേയം ആണ് പാസ്സാക്കപ്പെട്ടിട്ടുള്ളത് എന്നും അതുകൊണ്ട് തന്നെ ഈ പ്രമേയത്തെ എതിർക്കും എന്നുമുള്ളതാണ്. ഈ പ്രമേയത്തിലെ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്നതുമാണ് വിഷയത്തിന്മേലുള്ള ഹമാസിൻ്റെ നിലപാട്. മറ്റ് വാർത്തകൾ നോക്കാം. കൊച്ചി വൈറ്റിലയിലെ ബാറിൽ മാരകായുധങ്ങളുമായി എത്തി ആക്രമണം നടത്തിയ സംഘം പിടിയിൽ. ഒരു യുവതി ഉൾപ്പെടെ 3 പേരെയാണ് മരട് പോലീസ് പിടികൂടിയത്. ആക്രമണത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. സീറ്റിലുണ്ടായിരുന്ന മധ്യവയസ്കനും തമ്മിൽ തർക്കമുണ്ടായി. ബാർ ജീവനക്കാർ ഇടപെട്ടു. തർക്കവും കയ്യാങ്കളിയും ബാറിന് പുറത്തേക്കും നീണ്ടു. കാറിലേക്ക് പോയ അലീനയും സുഹൃത്തുക്കളും തിരികെ എത്തിയത് വടിവാളുമായി. ബാർ ജീവനക്കാർ നൽകിയ പരാതിയിലാണ് 4 പേർക്കെതിരെ പോലീസ് കേസെടുത്തത്. സംഘം ബാർ ജീവനക്കാരെ മർദ്ദിച്ചെന്നും ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചെന്നും പരാതിയിൽ പറയുന്നു. വടിവാൾ കൊണ്ടുവന്ന തിരുവനന്തപുരം സ്വദേശി വൈഷ്ണവ് ഒളിവിലാണ്. ഇയാൾക്കായി തിരച്ചിൽ തുടരുകയാണ്. ന്യൂസ് 18 കൊച്ചി. തിരുവനന്തപുരം തൈക്കാട് 19കാരന്റെ കൊലപാതകത്തിൽ പ്രതികളായ 2 പേർ കസ്റ്റഡിയിൽ. ജഗതി സ്വദേശികളായ സന്ദീപ്, അഖിലേഷ് എന്നിവരാണ് പിടിയിലായത്. അക്രമി സംഘത്തിലെ 5 പേരെ തിരിച്ചറിഞ്ഞു. നെഞ്ചിൽ ആഴത്തിൽ കുത്തേറ്റതിന് പിന്നാലെ അലനെ സുഹൃത്തുക്കൾ ചേർന്ന് ഇരുചക്ര വാഹനത്തിൽ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. സ്ഥലത്ത് ഫോറൻസിക് സംഘം പരിശോധന നടത്തി.
എനിക്ക് പിന്നിലുള്ള തൈക്കാട് ശാസ്താ ക്ഷേത്രത്തിന് സമീപത്ത് വെച്ചാണ് ഇന്നലെ വൈകുന്നേരം 4:30 ജഗതിയിൽ നിന്നുള്ള ഒരു അക്രമി സംഘത്തിന്റെ ക്രൂരമായ ആക്രമണത്തിൽ 19 വയസ്സുകാരനായ അലൻ എന്ന യുവാവിന് ജീവൻ നഷ്ടപ്പെട്ടത്. അതുമായി ബന്ധപ്പെട്ട പോലീസിന്റെ നടപടികൾ, തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികൾ ഇന്ന് ഈ സംഭവ സ്ഥലത്ത് നടന്നു. ഫോറൻസിക് വിദഗ്ധർ അടക്കം എത്തിയാണ് ഈ അക്രമി സംഘത്തിന്റെ കൈവശമുണ്ടായിരുന്ന ആയുധങ്ങൾ അത് ചിതറി ഈ ശാസ്താ ക്ഷേത്രത്തിന് സമീപത്തുള്ള പല സ്ഥലങ്ങളിലായി കിടക്കുന്നുണ്ട്. അവിടെ ഫോറൻസിക് സംഘം പോലീസിന്റെ നേതൃത്വത്തിലെത്തി പരിശോധന നടത്തി. അതായത് അതോടൊപ്പം പ്രധാനമായി ഒറ്റ കുത്തിന് തന്നെ അലന്റെ ജീവൻ നഷ്ടപ്പെട്ടു എന്ന് വ്യക്തമാക്കുന്ന തെളിവുകളാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ഏതാണ്ട് ഈ ദേഹപരിശോധന നടത്തിയ ഡോക്ടർമാരും അത് സ്ഥിരീകരിക്കുന്നുണ്ട്. കാരണം കത്തി പോലുള്ള ആയുധം ഉപയോഗിച്ചല്ല ആക്രമിച്ചതെന്ന് ഇന്നലെ തന്നെ വ്യക്തമായിരുന്നു. കാരണം ചെറിയൊരു മുറിവ് മാത്രമാണ് പുറത്ത് കാണാൻ കഴിയുന്നത്. എന്നാൽ ഹൃദയത്തിലേക്ക് ആഴത്തിൽ ഈ ആയുധം കുത്തി ഇറക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് ഇടത് നെഞ്ചിലൂടെ ഈ ആയുധം കുത്തി ഇറക്കിയതിനെ തുടർന്ന് തൽക്ഷണം ബോധരഹിതനായി നിലത്ത് വീണ അലൻ അല്പസമയത്തിനകം തന്നെ മരണം സംഭവിക്കുകയായിരുന്നു എന്ന് ഇന്നലെ തന്നെ കണ്ടെത്തിയതുമാണ്. എന്തായാലും പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു പ്രകോപനത്തിലേക്ക് നയിച്ചത് അലന്റെ സുഹൃത്തുക്കളായ ചിലരെ ഇവിടെ തടഞ്ഞു വെച്ചിരുന്നു. ഈ അക്രമി സംഘം തടഞ്ഞു വെച്ചവരോട് അവിടെ നിന്ന് മാറിപ്പോകാൻ അലൻ ആവശ്യപ്പെട്ടതോടെയാണ് അലന് നേരെ അസഭ്യം മുഴക്കിയ അക്രമി സംഘത്തിലെ 3-ാം പ്രതി തലയ്ക്ക് ഹെൽമറ്റ് കൊണ്ട് അടിക്കുകയും മറ്റൊരാൾ കൈവശം കരുതിയിരുന്ന ഈ ആയുധം ഇടത് നെഞ്ചിലേക്ക് കുത്തിയിറക്കുകയുമായിരുന്നു. അങ്ങനെയാണ് മരണം സംഭവിച്ചിരിക്കുന്നത് എന്നാണ് കണ്ടെത്തൽ. എന്തായാലും പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. നിലവിൽ ജഗതി കോളനിയിലുള്ള 2 പേർ, സന്ദീപ് അഖിലേഷ് എന്ന 2 പേരാണ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. ശേഷിക്കുന്ന സംഘത്തിൽ ഉൾപ്പെട്ടിരുന്ന മറ്റ് 3 പേർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ്. കന്റോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണർ നേതൃത്വത്തിലാണ് പരിശോധനകൾ പുരോഗമിക്കുന്നത്. ക്യാമറമാൻ സന്തോഷ് കുമാറിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ ട്രാക്കിൽ മനുഷ്യന്റെ കാൽ കണ്ടെത്തി. എറണാകുളം ആലപ്പുഴ മെമു ട്രാക്കിൽ നിന്ന് മാറ്റിയപ്പോഴാണ് കാൽ കണ്ടത്. പോലീസ് പരിശോധന തുടരുകയായിരുന്നു നേരത്തെ തന്നെ. ഇപ്പോൾ എന്തായാലും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്. അത് അന്താനം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇത് എവിടെയെങ്കിലും റൺ ഓവറായിട്ട് ഈ ട്രെയിനിന്റെ ഈ പാദം കുടുങ്ങി ഇവിടെ വന്നായിരിക്കും. പഴക്കമുണ്ട്. അപ്പോൾ അതിൻ്റെതായ ഇനി ആ രീതിയിലായിരിക്കും അന്വേഷണം മുന്നോട്ട് പോകുക. എവിടെയെങ്കിലും റൺ ഓവർ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ അന്വേഷിക്കും. ഈ ട്രെയിൻ ഓടുന്ന റൂട്ടുകളെല്ലാം അന്വേഷണം നടത്തിയാലേ നമുക്കത് ബോധ്യമാവുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ അപ്പോൾ അതിൻ്റെ എല്ലാ സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ട്രെയിൻ കാർഡ് അയച്ചും ഒക്കെ അന്വേഷണം നടത്തുമ്പോൾ ബോധ്യമാവും എന്നാണ് പ്രതീക്ഷ. ഷൊർണൂരിൽ നിന്ന് എറണാകുളം വരെ വന്ന് എറണാകുളത്ത് നിന്ന് ആലപ്പുഴ, ആലപ്പുഴയിൽ നിന്ന് കൊല്ലത്ത് പോയി, കൊല്ലം കോട്ടയം തൃശ്ശൂർ, പിന്നെ ഷൊർണൂർ, നിലമ്പൂർ അങ്ങനെ കറങ്ങി വരുന്ന ഒരു ട്രെയിനാണിത്. കൊച്ചിയിൽ 4 വയസ്സുകാരിയെ ചട്ടുകം ചൂടാക്കി പൊള്ളിച്ച അമ്മ അറസ്റ്റിൽ. കാട്ടിത്തറ സ്വദേശിനിയാണ് പിടിയിലായത്. ഭക്ഷണം നൽകിയിട്ടും വിശക്കുന്നുവെന്ന് കുഞ്ഞ് പറഞ്ഞതാണ് പ്രകോപന കാരണം. സ്കൂൾ അധികൃതർ നൽകിയ പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. രാത്രിയിൽ കുട്ടി ഉറങ്ങാത്തതും വൈരാഗ്യത്തിന് കാരണമെന്നാണ് മൊഴി. പത്തനംതിട്ട തിരുവല്ലയിൽ 14-കാരിയെ ബലാത്സംഗം ചെയ്ത് ഇതര സംസ്ഥാന തൊഴിലാളികൾ അറസ്റ്റിൽ. മാതാപിതാക്കൾ ജോലിക്ക് പോയ സമയത്താണ് പെൺകുട്ടി പീഡനത്തിന് ഇരയായത്. ഇന്നലെ ഉച്ചയ്ക്കാണ് തിരുവല്ലയിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ക്യാമ്പിൽ വെച്ച് 14-കാരിയെ ഇതര സംസ്ഥാന തൊഴിലാളികളായ പ്രതികൾ പീഡനത്തിനിരയാക്കിയത്. പെൺകുട്ടിക്കൊപ്പമുണ്ടായിരുന്ന 1.5 വയസ്സുകാരിയായ സഹോദരിയുടെ വായ പൊത്തിപ്പിടിച്ച ശേഷം 14-കാരിയെ യുവാക്കൾ 2 പേരും ചേർന്ന് ക്രൂരമായി പീഡിപ്പിക്കുകയായിരുന്നു. പെൺകുട്ടിയുടെ മാതാപിതാക്കൾ ജോലിക്ക് പോയ സമയം നോക്കിയാണ് പ്രതികൾ ക്യാമ്പിലെത്തി ആസൂത്രിതമായി പീഡനം നടത്തിയത്. സംഭവം പുറത്തറിഞ്ഞതോടെ നാട്ടുകാരാണ് പ്രതികളെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത്. പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പ്രതികളെ തിരുവല്ല ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തു. പീഡനത്തിനിരയായ പെൺകുട്ടി ഇതര സംസ്ഥാന തൊഴിലാളികളുടെ മകളാണ്. പ്രതികൾ 2 പേരും ബംഗാൾ സ്വദേശികളാണ്. ന്യൂസ് 18 പത്തനംതിട്ട. തിരുവനന്തപുരത്ത് മതിയായ രേഖകളില്ലാതെ കൊണ്ടുവന്ന 21.5 ലക്ഷം രൂപയും 27 പവൻ സ്വർണവും പിടികൂടി. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നടത്തുന്ന സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി തിരുവനന്തപുരം എക്സൈസ് നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് ഇത് പിടിച്ചെടുത്തത്.